മമ്മൂട്ടി പറഞ്ഞിട്ടുണ്ട്, ഈ കാലത്തും ചാൻസ് ചോദിച്ച് സംവിധായകരെ വിളിക്കുന്നതിൽ എനിക്ക് ഒരു മടിയുമില്ല എന്ന്. മമ്മൂട്ടിയെ ഇഷ്ടപ്പെടുന്ന, എന്നാൽ ചാൻസിൻ്റെ കാര്യത്തിൽ മമ്മൂട്ടിയെ പോലെ അല്ലാത്ത ഒരാളാണ്. ചാൻസ് ചോദിക്കാൻ നല്ല മടിയുള്ള, എന്നാൽ കേരളം അടങ്കം സംഗീത സംവിധായകരോട് ഈ ഗായകനൊരു ചാൻസ് കൊടുക്കുമോ എന്ന് ചാൻസ് ചോദിച്ച ഗായകൻ. വിശേഷണങ്ങളൊന്നും അധികം വേണ്ട, നല്ല 4 പാട്ട് പാടി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ സുന്ദരമായിട്ട് ആളെ നമുക്ക് മനസ്സിലാകാൻ വേണ്ടി പാകത്തിൽ മലയാളികളുടെ കാതുകളിൽ നിന്ന് കൽബുകളിലേക്ക് യാത്ര ചെയ്തിട്ടുള്ള പാട്ടുകാരനാണ്. മീറ്റ് മിസ്റ്റർ കണ്ണൂർ ഷെരീഫ്, വെൽക്കം ടു ദ ഷോ. താങ്ക് യു. കുറെ കേട്ടിട്ടുണ്ട് കേട്ടോ. അതായത് നമ്മളിങ്ങനെ ചെറുപ്പം മുതലൊക്കെ തന്നെ ഇവിടെ നമ്മുടെ ഒരു സുഹൃത്തുണ്ട് റാസിക്ക് കുറെ നേരം മുന്നേ ചോദിച്ചൊരു ചോദ്യമുണ്ട്. റാസിക്കിന്റെ ചോദ്യത്തിൽ തുടങ്ങാമെന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം വലിയ ജാടകളുള്ള ഒരു ഇന്റർവ്യൂ ആയിട്ട് എനിക്ക് കൊണ്ടുപോകാൻ യാതൊരു താല്പര്യമില്ല. കാര്യം നമ്മളെല്ലാവരുടെയും ചെറുപ്പവുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന ഒരു മനുഷ്യനാണ്. നമ്മുടെ വളർച്ചയുടെ ഓരോ കാലഘട്ടത്തിലും കേട്ടിട്ടുള്ള ശബ്ദത്തിന്റെ ഉടമയാണ്. വെരി ഫസ്റ്റ് ടൈമാണ് ഷെരീഫ് ഖാനെ കാണുന്നത്. അതിന്റെ എല്ലാ എക്സൈറ്റ്മെന്റും ഉണ്ട്. ഇങ്ങനെ ഇരുന്ന് സംസാരിക്കാൻ പറ്റുന്ന, ഇങ്ങനെ കണ്ടിട്ടുണ്ട്, കൈകൊണ്ട് കാണിച്ചിട്ടുണ്ട്, ഇടയ്ക്ക് നമുക്കിടയിൽ മ്യൂച്വലായിട്ട് കുറച്ച് സുഹൃത്തുക്കളുണ്ട്. പക്ഷേ ഇങ്ങനെ ഇരിക്കാൻ കിട്ടുന്നത് ആദ്യമായിട്ടാണ്. റാസിക്കിന്റെ ചോദ്യം ചോദിക്കുക. റാസിക്ക് പൊന്നാനിക്കാരനാണ്, നമ്മുടെ ക്യാമറമാനാണ്. ഷെരീഫ് ഖാന്റെ ഒരു കാലഘട്ടം, അത് കാലഘട്ടം ഇന്നത്തെ പോലത്തെ ഒരു സ്റ്റൈൽ പ്രശസ്തിയല്ലല്ലോ അന്നൊരു പാട്ട് പാടി അത് ഇഷ്ടപ്പെട്ട എല്ലാവരും ഏറ്റുപാടും, കുറേ വേദികളിൽ പാടുന്നല്ലാതെ സോഷ്യൽ മീഡിയ ഒന്നും ഇല്ലാത്തൊരു കാലമല്ലേ. അപ്പം എനിക്ക് അന്ന് ഭയങ്കര പ്രശസ്തി നേടിത്തന്നു, അല്ലെങ്കിൽ അതിലൂടൊന്നും വലിയൊരു അന്ന് അങ്ങനെ ചിന്തിച്ചിട്ടേ ഇല്ല. എനിക്ക് ഫസ്റ്റ് പാട്ട് ഹിറ്റായത് ഞാൻ ആദ്യമായിട്ട് വേദിയിൽ കാസറ്റിൽ ആദ്യമായിട്ട് പാടുന്നത് മിസ്രിയിലെ രാജ് എന്നുള്ള മൂസക്കയുടെ പാട്ടാണ്. അത് പാടിയിട്ടാണ് ഫസ്റ്റ് സ്റ്റുഡിയോയിൽ സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പോൾ ആ പാട്ട് പാടിയപ്പാട് തന്നെ എനിക്ക് അതിൽ 7 പാട്ട് MA ഗഫൂറാണ് പാടിയത്. ഒരു പാട്ട് മാത്രമേ ഞാൻ പാടിയിട്ടുള്ളൂ. അതിലാണ് എൻ്റെ പേര് കണ്ണൂർ ഷെരീഫ് എന്ന് വന്നത് ആദ്യമായിട്ട്. അല്ലാണ്ട് ഞാൻ ഉണ്ടാക്കിയതൊന്നുമല്ല, അത് അറിയാതെ എൻ്റെ മേലിലേക്ക് ചാർത്തപ്പെട്ടതാണ്. ഞാനത് ചോദിക്കാൻ വിചാരിക്കുന്നത്, ഷെരീഫ് പുത്തലോൺ എന്നുള്ള പേര് എങ്ങനെയാണ് കണ്ണൂർ ഷെരീഫ് ആയത്? എന്ന് മുതലാണ് കണ്ണൂർ ഷെരീഫ് ആയത്? ഷെരീഫ് പുത്തലോൺ എന്നുള്ളത് എൻ്റെ ഔദ്യോഗിക, പുത്തലോൺ എൻ്റെ തറവാട്ടിൻ്റെ പേരാണ്. അപ്പം ഞാൻ ആകാശവാണിയിലൊക്കെ AR ആർട്ടിസ്റ്റാണ്, കുറേ ലൈറ്റ് മ്യൂസിക്കിൽ. അപ്പം അവിടെയൊക്കെ P ഷെരീഫാണ്. അപ്പോൾ ഈ കാസറ്റിൽ വന്നപ്പോൾ കണ്ണൂർ നൗഷാദാണ് ഈ കണ്ണൂർ ഷെരീഫ് ഇട്ടത്. അദ്ദേഹത്തിൻ്റെ എന്നോട് ചോദിച്ചിട്ടൊന്നുമില്ല, ഫസ്റ്റ് ഒരാൾ പാടിയതല്ലേ, അയാളുടെ പേരിൽ ഷെരീഫ്, കണ്ണൂർ ഷെരീഫ്, സോങ് 2 കണ്ണൂർ ഷെരീഫ്. അങ്ങനെയാണ് ആ കണ്ണൂർ കയറി വന്നത്. ഈ കണ്ണൂർ ഷെരീഫ് ശരിക്കും കണ്ണൂരിൽ എവിടെയാണ്? കണ്ണൂർ സിറ്റിയിലാണ്. കണ്ണൂർ സിറ്റി തന്നെയാണ്, പ്രോപ്പർ കണ്ണൂർക്കാരനാണ്. അതെ, കണ്ണൂർ സിറ്റിക്ക് അകത്ത് തന്നെയുള്ള ആളാണ്, സിറ്റീന്റെ പരിധി വിട്ടൊന്നും പോയിട്ടില്ല. അതാണ്. ഞാനൊരു വളരെ ഒരു സ്നേഹപൂർവ്വം ചോദിക്കുന്ന ഒരു ചോദ്യമാണ്, ചാൻസ് ചോദിക്കാൻ നല്ല മടിയാ? അങ്ങനല്ല, മടിയെന്നല്ല. ഒന്നാമത് ഞാനൊരു ഷൈ ആയിട്ടുള്ള ആളാണ്, പണ്ട് കൂടുതലാണ്. ഇപ്പോൾ ചാനലെല്ലാം വന്നതിന് ശേഷം കുറച്ച് മാറിയത്. ഇപ്പം ചമ്മലൊന്നുമില്ല, അതെല്ലാം പോയി. 3 പേരുടെ പേര് പറയാം. എന്തേ? ഒരു 3 ആൾക്കാരുടെ പേര് പറയാം. ഈ 3 ആൾക്കാർ എന്താണെന്ന് പറഞ്ഞാൽ മതി. നിങ്ങൾക്ക് എന്താണ് ഇപ്പം ഷെരീഫ്ക്കൊക്കെ ആ ആൾക്കാർ എന്ന് പറയുമ്പോൾ എന്താ? ഇപ്പം ഇക്കിൻ്റെ അമ്മ എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതിനൊരു പേര് ഞാൻ വിളിക്കുന്നുണ്ട്. എൻ്റെ അഞ്ചെന്ന് പറഞ്ഞാൽ എനിക്കൊരു പേര് പറയാനുണ്ട്, വിശാലാക്ഷി ടീച്ചർ. എനിക്ക് ഏറ്റവും ഫേവറേറ്റ് ആയിട്ടുള്ള എൻ്റെ മ്യൂസിക് ടീച്ചറാണ്. എന്നെ ആദ്യം എൻ്റെ സംഗീതത്തെ മനസ്സിലാക്കി എൻ്റെ വീട്ടിൽ വന്ന് ഉമ്മയോട് ഈ കുട്ടിയെ ഞാൻ മ്യൂസിക് പഠിപ്പിക്കും എന്ന് നിർബന്ധിച്ച് പറഞ്ഞ് പിറ്റേന്ന് മുതൽ ടീച്ചറെ വീട്ടിൽ പോകുമായിരുന്നു. അതാണ് എൻ്റെ ഏറ്റവും പ്രിയപ്പെട്ട. അത് ടീച്ചർ എന്നല്ല, എൻ്റെ രണ്ടാമത്തെ ഉമ്മയാണ്. അതാണ് ഞാൻ ചോദിച്ചത്, ഒരൊറ്റ പേരിട്ട് വിളിക്കാൻ വേണ്ടി. കാരണം അവരെ ടീച്ചറുടെ 3 മക്കളുണ്ട്, 4ാമത്തെ മോനായിട്ട് എന്നെ നോക്കിയത് ഭയങ്കര ഇഷ്ടമാണ്. ശരിക്കും ഇല്ലേ, അതായത് കുറച്ചൊക്കെ മാപ്പിളപ്പാട്ട് പാടുന്ന ഷെരീഫിനെ സംഗീതത്തിന്റെ ബാലപാഠം അഭ്യസിപ്പിക്കാൻ വിശാലാക്ഷി ടീച്ചർ കുറച്ചൊന്നല്ല നല്ലോണം കഷ്ടപ്പെട്ടിട്ടുണ്ട്. വന്ന് നിന്ന സമയത്ത് 2 സ്വരങ്ങൾ മാത്രമേ പഠിപ്പിക്കുള്ളൂ എന്നൊക്കെ പറഞ്ഞിട്ടല്ലേ? അല്ലേ? അല്ല, അന്നത്തെ കാലം വെച്ചാൽ ടിപ്പിക്കലായിട്ടുള്ള കുറച്ച് ഇതല്ലേ. അപ്പം മ്യൂസിക് പഠിക്കൽ എന്തായാലും അപരാധം എന്നുള്ള രൂപത്തിലുള്ള കാലഘട്ടമാണ്. ഇന്ന് കുറച്ചും കൂടെ മാറി. അപ്പോൾ അന്ന് ടീച്ചർ അത് പറഞ്ഞപ്പാട് ടീച്ചർ അത് എക്സ്പ്ലെയിൻ ചെയ്തത്, ഞാൻ സരിഗമ പദനിസ ഇത് മാത്രമേ പഠിപ്പിക്കൂ. അതെ, സ്വരങ്ങൾ മാത്രം അല്ലേ? ഉമ്മ പറഞ്ഞു, ടീച്ചർ നല്ലതല്ലേ പറയൂ, ടീച്ചർ പഠിപ്പിച്ചോ, ഇങ്ങനെ പറഞ്ഞു. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ 2 ഉമ്മമാർ തമ്മിലുണ്ടായ ഒരു ഉടമ്പടിയുടെ അടിസ്ഥാനത്തിലാണ് ഇന്ന് നമ്മുടെ മുന്നിലേക്ക് ഒഴുകുന്ന ഈ ഒരു പാട്ട് ജനിക്കുന്നത്. ഒന്ന് ആലോചിക്കുക, എന്ത് ഭംഗിയാണ് ആ ഒരു യാത്ര. മാത്രമല്ല, 2ാമത്തെ ആളെ പറയണ്ടേ? 2ാമത്തെ ആള് ഞാനൊന്ന് ആലോചിക്കണം അല്ലേ? സർഗോ വിജയരാജ്.
എനിക്ക് ഏറ്റവും പ്രിയപ്പെട്ട ആളാണ്. എന്നേക്കാളും വയസ്സ് കുറവാണ്, പക്ഷേ ഞാൻ ഏറെ റെസ്പെക്റ്റ് ചെയ്യുന്നൊരു മനുഷ്യനാണ് സർഗോ വിജയരാജ്. എൻ്റെ ലൈഫിനെ വേറെ തലത്തിലേക്ക് കൊണ്ടുവന്നത് സർഗോ വിജയരാജാണ്. ഒന്നാമത് മൈലാഞ്ചിയിൽ ജഡ്ജ്മെൻറ്റ് ചെയ്യുന്ന സമയത്ത് എനിക്ക് എന്ത് അപ്രിഷ്യേറ്റ് കിട്ടിയാലും അതിൻ്റെ എല്ലാം ക്രെഡിറ്റ് സർഗോയാണ്. കാരണം എനിക്ക് സംസാരിക്കാൻ അറിയാത്ത എന്നെ നിങ്ങൾ പാടിയാൽ മതി എന്ന് പറഞ്ഞ് അവിടെ ഇരുത്തി. എനിക്ക് സംസാരം നിൽക്കുമ്പം എനിക്ക് ഇന്നിയറിലൂടെ ഇങ്ങനെ പറഞ്ഞോളൂ, തെറ്റ് നിന്നുകൊണ്ടെന്ന് വെച്ചിട്ട് പറഞ്ഞു തരൂ. അത്രയും എന്നെ സപ്പോർട്ട് ചെയ്തൊരു ആളാണ് സർഗോ സാർ. അപ്പം സർഗോ പിന്നെ മൈലാഞ്ചി 6-7 സീസൺ ചെയ്തതിന് ശേഷം എൻ്റെ സംഗീതം മനസ്സിലാക്കിയിട്ട് അദ്ദേഹം സരിഗമപ്പാൽ കൊണ്ടുവരികയാണ്. സരിഗമപ്പ ചെയ്യുമ്പോൾ ഞാനുണ്ടായിട്ടില്ല, ഓഡീഷൻ സമയത്തൊന്നും ഞാനുണ്ടായിട്ടില്ല. ഓഡീഷനൊക്കെ കഴിഞ്ഞിട്ട് ഒരു 50 പേരെ സെലക്ട് ചെയ്തിട്ട് സർഗോ 50 പേരുടെ വീഡിയോ എന്നെ വിളിച്ച് കാണിച്ചു തരികയാണ്. എന്നിട്ട് ഇതിൽ ഒരു 35 പേരെ സെലക്ട് ചെയ്യുമെന്ന് പറഞ്ഞു. അപ്പം ഞാൻ സർഗോയോട് പറഞ്ഞു, ഞാൻ സെലക്ട് ചെയ്യാം, ഞാൻ പുറത്തു നിന്നിട്ട് ഹെൽപ്പ് ചെയ്യാന്നുള്ളതാണ് എൻ്റെ ചിന്ത. ഞാൻ 35 പേരെ സെലക്ട് ചെയ്തു. അതുപോലെ എൻ്റെ ഒപ്പമുള്ള മിഥുൻ ജയരാജ് ഉണ്ട്, മിഥുനും ഇതുപോലെ 35 പേരെ സെലക്ട് ചെയ്ത് ഏകദേശം ഒരുപോലെ തന്നെയായി. അങ്ങനെ അത് കഴിഞ്ഞതിന് ശേഷം എന്നോട് പറഞ്ഞു, ഷെറീഫ് സരിഗമപാലിൽ ഇരിക്കണമെന്ന്. ഞാൻ ഞെട്ടി എന്ന് പറഞ്ഞാൽ മാപ്പിളപ്പാട്ടിൽ അന്ന് ഏറ്റവും മെയിനായിട്ട് നിൽക്കുന്ന ഒരു പാട്ടുകാരനാണ് ഞാൻ. മാപ്പിളപ്പാട്ടിൽ പേര് പറയുമ്പോൾ തന്നെ മാപ്പിളപ്പാട്ടിൻ്റെ അങ്ങനെ പറയുന്ന ഇപ്പോഴും അങ്ങനെ തന്നെയാണ്. അതിലൊന്നും എനിക്ക് സന്തോഷമേ ഉള്ളൂ. അതല്ല, അങ്ങനെ പറയുന്ന കാലഘട്ടത്തിൽ വേറൊരു സിനിമ പാട്ടുകൾ പാടുന്ന ഒരു റിയാലിറ്റി ഷോയിൽ എന്നെ ഇരുത്തിയാലുള്ള പ്രശ്നം എന്താണെന്ന് എനിക്ക് നന്നായിട്ട് അറിയാം. ഓക്കെ, ആളുകൾ അംഗീകരിക്കുമോ? അത് നിർബന്ധമല്ല, എന്ത് പാടിയാലും അത് അയാൾ എന്തിനാ ഇതെല്ലാം പാടുന്നതെന്നുള്ള കൺസെപ്റ്റ് വരും. ഓക്കെ, അപ്പോൾ ഞാൻ പറഞ്ഞു, ഞാൻ പുറത്തുനിന്ന് നിങ്ങൾ എന്ത് സഹായം എനിക്കാവുന്നതെല്ലാം ഞാൻ ചെയ്യാം, ഞാൻ വേദിയിൽ ഞാനില്ല എന്ന് പറഞ്ഞു. അപ്പോൾ അദ്ദേഹം പറയാണ്, ശരിക്കും നിങ്ങൾക്ക് അങ്ങനെ ഒരു ഇൻസെക്യൂരിറ്റി ഉണ്ട്? ഉണ്ട് സമയത്ത്. അത് എല്ലാവർക്കും ഉണ്ടാവും. കാരണം വെച്ചാൽ നമ്മൾ ഒന്നിൽ ഹിറ്റായി കഴിഞ്ഞാൽ നമ്മൾ അത് വെച്ചേ എല്ലാവരും കാൽക്കുലേറ്റ് ചെയ്യുള്ളൂ. അത് എല്ലാത്തിലും അങ്ങനെ തന്നെയാണ്. ഇപ്പം മാപ്പിളപ്പാട്ട് പാടുന്ന ആളാണെങ്കിൽ മാപ്പിളപ്പാട്ട് പോലെ ഉണ്ടെന്ന് പറയും. ഒരു ഭക്തിഗാനം, ഹിന്ദു ഭക്തിഗാനങ്ങൾ മാത്രം പാടുന്ന ആളാണെങ്കിൽ നിങ്ങൾ ഹിന്ദു ഭക്തിഗാനം പാടിയ പോലെ ഉണ്ടാവും. സിനിമാ പാട്ട് പാടിയാലും ശരണായനം അല്ല പാടിയിട്ടുണ്ട്. അല്ല, ക്രിസ്ത്യൻ പാട്ട് സ്ഥിരമായിട്ട് പാടുന്ന ആൾ പാടിക്കഴിഞ്ഞാൽ പറയും, സിനിമയിൽ പാടിക്കഴിഞ്ഞാൽ സിനിമാ പാട്ട് എന്തെങ്കിലും പാടിയാൽ പറയും അത് ക്രിസ്ത്യൻ പാട്ട് പോലെ ഉണ്ട്. ഇങ്ങനെ ഒരു സ്ഥിരം ടോക്കുണ്ട്, അത് സ്വാഭാവികമാണ്. അപ്പോൾ അതുകൊണ്ട് എനിക്ക് കുറേ നെഗറ്റീവ് വരും എന്നുള്ളത് കൊണ്ട് ഞാൻ പറഞ്ഞു, ഞാൻ എന്തായാലും ഞാനില്ല എന്ന് പറഞ്ഞു. അപ്പോൾ സർഗോ പറഞ്ഞു, നിങ്ങളവിടെ ഇരിക്കുക മനുഷ്യ, നിങ്ങളാണ് ഈ ജൂറി 10 പേരുണ്ട്, ഇതിൽ ചീഫ് നിങ്ങളാണ്, നിങ്ങൾ പ്രൂവ് ചെയ്യും, എനിക്കറിയാം, അവിടെ ഇരിക്കുകയെന്ന് പറഞ്ഞു. എനിക്ക് വിശ്വാസമില്ല. അപ്പോൾ അത് ജീവിതത്തിൽ ഭയങ്കര ചേഞ്ചായിരുന്നു. കാരണം ഫസ്റ്റ് ടൈമൊക്കെ ഞാനിങ്ങനെ അന്യനെ പോലെ ഇരിക്കുകയായിരുന്നു. കാരണം ബാക്കി എല്ലാവരും എൻ്റെ അത്രയും പ്രായമില്ല, യങ്ങായിട്ടുള്ള മിഥുൻ ജയരാജിനെ പോലത്തെ ആൾക്കാരൊക്കെ ഇരിക്കുന്നുണ്ട്. എല്ലാവരും നല്ല സംഗീതത്തിൽ ഞാനുള്ള ആൾക്കാരാണ്. എല്ലാ ടീച്ചേഴ്സ് എന്ന് പറഞ്ഞാൽ എക്സ്പേർട്ടായിട്ടുള്ള ആൾക്കാരാണുള്ളത്. അപ്പം എനിക്ക് പാട്ടുകളെക്കുറിച്ചുള്ള അടുപ്പം എന്താണെന്ന് വെച്ചാൽ, ഞാൻ കുറേ വേദികളിൽ സിനിമാ പാട്ടുകൾ മലയാളം ഒരുപാട് പാടിയിട്ടുണ്ട്. ഓരോ കാലഘട്ടത്തിലെ പാട്ടുകളും ഒരുപാട് സിനിമാ പാട്ടുകൾ വേദിയിൽ പാടിയൊരു എക്സ്പീരിയൻസ് ഉണ്ട്. അതാണ് അദ്ദേഹം എന്നെ അവിടെ ചൂസ് ചെയ്യാനുള്ള കാരണം. അങ്ങനെ അവിടെ ഇരുന്നു. ഫസ്റ്റ് എപ്പിസോഡൊക്കെ കഴിയുമ്പം ഞാനിങ്ങനെ ഡള്ളായിട്ട് ഇരിക്കുകയല്ലേ. അപ്പോൾ സാർ, നിങ്ങളെന്തെങ്കിലും ഭയങ്കര ഡള്ളായിട്ട് ഇരിക്കുന്നത്, കുറച്ച് ആക്റ്റീവാവും. അപ്പം ഞാൻ എങ്ങനെയാവുക എനിക്ക് മനസ്സിലാവുന്നില്ല. പിന്നെ എന്നെ കുറേ ഇങ്ങനെ മോട്ടിവേറ്റ് ചെയ്തു. പിന്നെ കമൻസും വരാൻ തുടങ്ങി, ഇയാളെ ഈ മാപ്പിളപ്പാട്ട് ഗായകനെ എന്തിനാണ് അവിടെ ഇരുത്തിയിരിക്കുന്നത്, വേറെ ആരും ഇല്ലേ? പിന്നെ പല പ്രശസ്തരായിട്ടുള്ള സിംഗേഴ്സും വിളിച്ചു പറഞ്ഞു. പിന്നെ സുജാ ചേച്ചിയൊക്കെ വിളിച്ചു പറഞ്ഞു, പിന്നെ ഒരു മാപ്പിളപ്പാട്ട് ഗായകനെയാണ് അവിടെ ഇരുത്തിയിരിക്കുന്നത്, അവിടെ മൊത്തം തമാശ അങ്ങനെയൊക്കെ ഉണ്ടായി. ഇതൊന്നും പറയാൻ പറ്റാത്ത കാര്യമാണ്. ആളെ പേരൊന്നും പറഞ്ഞില്ല, മോശമല്ലേ. അല്ല, എനിക്കതിലൊന്നും പരാതിയില്ല, സത്യമാണല്ലോ. അപ്പം സർഗോ സുജാ ചേച്ചി വിളിച്ചിട്ട് ചോദിച്ചു, അല്ല അവിടെ ടീച്ചേഴ്സൊക്കെ നല്ല ആൾക്കാർ തന്നെയല്ലേ എന്ന്. അപ്പോൾ സർഗോ പറഞ്ഞു, ചേച്ചി ഒന്നും ഭയപ്പെടാണ്ട് വരൂ, ഗംഭീരമായിരിക്കും എന്ന് പറഞ്ഞു. അപ്പം വന്നു. എപ്പിസോഡ്സ് ഇങ്ങനെ കഴിഞ്ഞു. 3-4-5 എപ്പിസോഡ് കഴിഞ്ഞപ്പോൾ ഏതൊരു പാട്ട് പാടിയപ്പോൾ ഞാൻ ജഡ്ജ്മെൻ്റ് ഇടയിൽ പറഞ്ഞു, എനിക്കൊരു ജഡ്ജ്മെൻ്റ് ചെയ്യാനുള്ള അവസരമുണ്ട്. അപ്പം ഞാനത് ആ പാട്ട് പാടിയതിനെ പറ്റി പറഞ്ഞു. അപ്പം ആങ്കർ പറഞ്ഞു, ആ പാട്ടൊന്ന് പാടുമെന്ന് വെച്ചു.
അപ്പോൾ ഞാൻ പറഞ്ഞു, ഞാൻ പാടിക്കൊടുത്തു. ഷെരീഫ് കെ ആണെങ്കിൽ അതെങ്ങനെ പാടുമെന്ന് പറഞ്ഞു. ഞാൻ പാടിക്കൊടുത്ത പാട് അത് കുറച്ച് ശ്രദ്ധിക്കപ്പെട്ടു. ആ പാട്ട് ഏതായിരുന്നു ഓർമ്മയുണ്ടോ? അഴലിൻ്റെ ആഴങ്ങളിൽ നിന്നുള്ള പാട്ട്. നിഖില് പാടിയിട്ടുള്ള പാട്ടാണ്. ആ അതന്നെ, നിഖില് പാടിയ പാട്ട്. അപ്പോൾ ഞാൻ പറഞ്ഞു കുറച്ചും കൂടെ ഫീലാവാം. അഴലിൻ്റെ ആഴങ്ങളിൽ അവൾ മാഞ്ഞു ആഴങ്ങളിലേക്ക് പോകണമെന്ന് പറഞ്ഞു അല്ലേ? നോവിൻ്റെ തീരങ്ങളിൽ ഞാൻ മാത്രം. ചെറിയൊരു ദുഃഖമുണ്ടല്ലോ, അപ്പോൾ ആ ദുഃഖം ഉണ്ടാവണം എന്നുള്ളത് സൂചിപ്പിച്ചതാണ്. അപ്പം ജീവ പറഞ്ഞു അതൊന്നും അങ്ങനെയാണെങ്കിൽ ഷെരീഫ്ക്ക് എങ്ങനെ അത് പാടുന്നത്. അപ്പോൾ ഞാൻ പാടിയപ്പോൾ അത് കുറച്ച് ശ്രദ്ധിച്ചു. അപ്പോൾ അതുവരെ ഭയങ്കര കമൻസ് ആയിരുന്നു, ഇയാൾ എന്തിനാണ് ഇരുത്തിയിരിക്കുന്നത്. അവിടെ തൊട്ടാണ് അല്ല, അവിടെ നിന്നൊരു മാറ്റം. അവിടെ തൊട്ട് ഫസ്റ്റ് അത് ക്ലിക്കായ സമയത്ത് പിന്നെ എനിക്ക് കുറച്ച് കോൺഫിഡൻസ് വന്നു. പിന്നെ കുറച്ചും കൂടെ കഴിഞ്ഞപ്പോൾ കുറച്ച് പാട്ട് കഴിഞ്ഞ സമയത്ത് സുജാ ചേച്ചിയൊക്കെ പറയും ഷെരീഫ് പാടൂ എന്ന് പറയും. അപ്പോൾ ഭയങ്കര സപ്പോർട്ടായിരുന്നു ചേച്ചി. അങ്ങനെ കുറച്ച് എപ്പിസോഡ് കഴിഞ്ഞപ്പോൾ മധുരം ജീവാമൃതം പാടുന്നത് കീർത്തനയ്ക്ക്. അല്ല, കീർത്തനെ കുഞ്ഞിലെ എനിക്കറിയാം. മൈലാഞ്ചിയിൽ വിന്നറായിരുന്നു. ഞാൻ ഇതുപോലെ ഫീൽഡ് കാര്യം പറഞ്ഞതാണ്. കാരണം നമ്മൾ ഒരു പാട്ടിനെ എങ്ങനെയാണ് അപ്രോച്ച് ചെയ്യേണ്ടതെന്നുള്ളത് ജനങ്ങൾക്കും കൂടി ഒരു മ്യൂസീഷ്യൻ എന്നതിൽ പറഞ്ഞു കൊടുക്കുക എന്നുള്ളതാണ് നമ്മുടെ ഉദ്ദേശം. റിയാലിറ്റി ഷോ എന്ന് പറഞ്ഞാൽ കുട്ടികൾക്ക് മാത്രമല്ല, കേൾക്കുന്ന സാധാരണ പാട്ടുകാർക്കും പഠിക്കാനുള്ള കാര്യങ്ങൾ വേണമെന്നാണ് എൻ്റെ അഭിപ്രായം. സത്യമായിട്ട് എനിക്ക് ഞാൻ ചോദിക്കുന്നത് അല്ലേ, ഫസ്റ്റിൽ തന്നെ നിങ്ങൾ സംസാരിച്ച ആ ഒരു സംസാരത്തിൻ്റെ ഫ്ലോ കളയാൻ വേണ്ടി ചോദിക്കുന്നതല്ല. നല്ല ഷെരീഫ് മറ്റേ മധുരം ജീവാമൃത വിദ്വോ അഴലിൻ്റെ ആഴങ്ങളോ ഒക്കെ പാടി കേൾക്കുന്നത് ഞാനല്ല, എൻ്റെ ചുറ്റോട് നിൽക്കുന്ന ആൾക്കാർ ഓരോരുത്തരും രണ്ടുപേര് തീർച്ചയായും. സൗഗന്ധികങ്ങളെ ഉണരൂ വീണ്ടുമെൻ. ശ്രുതി കുറച്ചും കൂടി കൂട്ടാം, കട്ട് ചെയ്യണേ. ഒരു കുഴപ്പമില്ല, കുറച്ചും കൂടി ശ്രുതി കൂട്ടാം. അല്ലെങ്കിൽ സൗഗന്ധികങ്ങളെ ഉണരൂ വീണ്ടുമെൻ മുഖമാം രാത്രിയിൽ പാർവണം പെയ്യുമീ ഏകാന്തയാമവീഥിയിൽ സൗഗന്ധികങ്ങളെ ഉണരൂ വീണ്ടുമെൻ മുഖമാം രാത്രി പാർവണം പെയ്യുമേ ഏകാന്തയാമവീഥി താന്തമാണെങ്കിലും താന്തമാണെങ്കിലും പാതിരാക്കാറ്റിലും വാടാതെ നിൽക്കുമെൻ്റെ ദീപകം പാടുമേ സ്നേഹരൂപകം പോലെ മധുരം ജീവാമൃതബിന്ദു മധുരം ജീവാമൃതബിന്ദു ഹൃദയം പാടും ലയസിന്ധു മധുരം ജീവാമൃത ബിന്ദു. ശരിക്കും കേട്ടുകൊണ്ടേയിരിക്കെ നമ്മുടെ കണ്ണിൻ്റെ കോണിലൊരു കുഞ്ഞു മിഴിനീർ തിളക്കം വന്നിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അത് ആ പാട്ട് സഞ്ചരിച്ചിട്ടുള്ള ദൂരമാണ്. ശരിക്കും നമ്മളെ ഈ പലപ്പോഴും പറയുന്നത് ഇമോഷൻസിനെ നമ്മളെ ഉള്ളിലേക്ക് കമ്മ്യൂണിക്കേറ്റ് ചെയ്യിപ്പിക്കുന്ന ഇതുപോലത്തെ ചില മാജിക്കുകളാണ്. ശരിക്കും അങ്ങനെ വെച്ച് നോക്കുന്ന സമയത്ത് മജീഷ്യൻ ഹിംസെൽഫ്, ഗോപി സുന്ദർ പറഞ്ഞതുപോലെ മജീഷ്യൻ ഹിംസെൽഫ് നമ്മുടെ മുന്നിൽ കിട്ടുമ്പോൾ വെറുതെ വിടാനൊന്നും പറ്റില്ല. മൂന്നാമത്തെ ആളുടെ പേര് പറയട്ടെ, നിങ്ങളെ ഭാര്യ. ഭാര്യ എന്ന് പറയുമ്പോൾ നമുക്ക് ഭാര്യ എന്ന് പറഞ്ഞൊരു സമാധാനമാണ്. കാരണം നമ്മളെ നല്ലോണം എൻകറേജ് ചെയ്യുന്ന, നമുക്ക് എന്തെങ്കിലും പ്രയാസം ഉണ്ടാകുമ്പോൾ നമ്മളെ സപ്പോർട്ട് ചെയ്യുന്ന, അല്ലെങ്കിൽ നമുക്ക് എന്താ പറയുക, നമ്മൾ എപ്പോഴും ഒരുപോലെ ആയിരിക്കുമല്ലോ, പല ടെൻഷൻസ് ഉണ്ടാവും. ആവശ്യമില്ലാത്ത എന്തെങ്കിലും ടെൻഷൻ വരുമ്പോൾ നമ്മളെ സപ്പോർട്ട് ചെയ്യുക എന്നുള്ളതുണ്ടല്ലോ, അത് ഭാര്യ ഭയങ്കരമാണ്. പിന്നെ ഫുഡാണെങ്കിൽ എനിക്ക് ഇനി എവിടെ നിന്ന് എന്ത് കഴിച്ചാലും
ഒരു സാധാരണ ദോശയും ഒരു ചെറിയ എന്തെങ്കിലും കറിയാണെങ്കിലും അതിനും ഭയങ്കര ടേസ്റ്റ് ആയിരിക്കും. എനിക്ക് ശരിക്കും പറഞ്ഞാൽ ഈ വലിയ ഹോട്ടലിൽ നിന്ന് വലിയ ഫുഡൊന്നും കഴിക്കണ്ട, വീട്ടിലെ ദോശയോ കഞ്ഞിയോ, പക്ഷെ അത് അവരുണ്ടാക്കുന്നത് ഭയങ്കര, അതിന് നല്ല വെറൈറ്റി ഫുഡിൻ്റെ ആളാണ്. നമ്മൾ കൺട്രോൾ ചെയ്യല അത്ര വേണ്ടാന്ന് പറഞ്ഞിട്ട്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഒരു കാര്യം ഞങ്ങനെ കൺട്രോൾ ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല, നിങ്ങൾ ഉണ്ടാക്കി വെച്ചോളൂ. ഞങ്ങളുടെ ആപ്പ് ത്രൂ കണ്ണൂർ സിറ്റി സൈഡിലുള്ള ആളുകൾക്ക് എല്ലാവർക്കും വളരെ ബ്യൂട്ടിഫുൾ ആയിട്ട് ഹോം മെയ്ഡ് ആയിട്ടുള്ള കുറേ ഐറ്റംസ് കണ്ണൂർക്കാർക്ക് പ്രത്യേകം. ഈ പറഞ്ഞത് വലിയ സംഭവമാണ്, അതുകൊണ്ട് എൻ്റെ ഭാര്യനെ കൊണ്ട് അങ്ങനെ ചെയ്യിച്ചാലോ എന്ന് ഞാൻ ആഗ്രഹിക്കുന്നുണ്ട്. ഹോംസ് ആൻഡ് വൈബ്സിന്റെ പുതിയ യൂസറെ നമ്മൾ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. അത് ഭയങ്കര സംഭവമാണ് ശരിക്കും പറഞ്ഞത്. എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു ഭാര്യനെ സമാധാനം എന്ന് വിളിച്ചിട്ടുള്ള ആദ്യത്തെ ഒരു ഭർത്താവ് അല്ലേ? അല്ല, ചില പറയുന്ന കേൾക്കാറുണ്ട് നമുക്ക് സമാധാനേ തരൂല്ല എന്നുള്ളത്. പക്ഷെ എന്നെ സംബന്ധിച്ച് നേരെ തിരിച്ചാണ്. പക്ഷെ ഞാനൊരു സമാധാനത്തിന്റെ ആളാണ്, അതുകൊണ്ടായിരിക്കും നമ്മളിവിടെ കൂടി അങ്ങനെ ആയിപ്പോയതാ. അതെ, ചാരിയെന്ന് മണക്കുന്നാണ് പറയാറുള്ളത്. അപ്പൊ അതുകൊണ്ട് സമാധാനപ്രിയനായ ഒരു മനുഷ്യനെ ചാരിയതുകൊണ്ട് വളരെ സമാധാനത്തിലായതാണോ എന്ന് എനിക്കറിയാം. വിശാലാക്ഷി ടീച്ചർ രണ്ടാമത്തെ ഉമ്മയാണെന്ന് പറഞ്ഞു. സെർഗോ വിജയരാജ് വിശ്വാസത്തിന്റെ പേരാന്ന് പറഞ്ഞു. എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു അത്. എൻ്റെ ഉള്ളിലില്ലാതിരുന്ന വിശ്വാസത്തിനെ അവിടെ നിൽക്ക് ആത്മവിശ്വാസം കൊടുക്കുന്ന ഒരു ഫ്രണ്ട് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതൊരു ഭയങ്കര നല്ല സാധനം കേട്ടോ. അങ്ങനത്തെ ആൾക്കാർ ജീവിതത്തിൽ ഉണ്ടാവുന്നത് ഭയങ്കര സത്യമാണ്. ചില ആൾക്കാർ നമുക്കില്ലാത്ത ആത്മവിശ്വാസം ഉണ്ടാക്കി തരും. സത്യം, അതാണ് സർഗോ. കാരണം അല്ലെങ്കിൽ ഞാൻ ഇങ്ങനെ ഇൻ്റർവ്യൂവിന് പോലും നിൽക്കില്ല. എനിക്ക് ഇന്നും ഓർമ്മയുണ്ട്, പണ്ട് 98 തോന്നുന്നു, രണ്ടാമത്തെ ട്രിപ്പാ മറ്റാണെന്ന് തോന്നുന്നു, ഉറപ്പില്ല. അന്ന് ഒരു റേഡിയോൻ്റെ ഇൻ്റർവ്യൂവിന് വേണ്ടി മൊയ്തീൻ കോയെ വിളിച്ചു. അപ്പോൾ വിളിച്ചപ്പോൾ ഇൻ്റർവ്യൂ കേട്ടപ്പാടാണ് ഞാൻ ഞെട്ടിത്തരിച്ചു എന്ന് പറഞ്ഞാൽ ഞെട്ടിത്തരിച്ചു. അപ്പോൾ ഞാൻ പറഞ്ഞു ഞാനില്ലേ, എനിക്ക് സംസാരിക്കാൻ പറ്റും. എത്ര വയസ്സാ? എനിക്കെന്ത് ഈ ഒരു 25 ഉണ്ടാവും, 24-25 വയസ്സുണ്ടാവും. അപ്പോൾ എനിക്ക് ഒട്ടും സംസാരിക്കാൻ പറ്റില്ല. 22-23 വയസ്സ് ഉണ്ടാവും തോന്നുന്നു. എനിക്ക് അക്ക് വരും. പിന്നെ എൻ്റെ ഭാഷ എന്ന് പറഞ്ഞാൽ നമ്മുടെ നാട്ടിൻപുറം ഭാഷയാണ്. പാട്ടിൽ മാത്രമേ കുറച്ച് ഇതുള്ളൂ. പാട്ട് എന്ത് സ്പീഡാണെങ്കിലും ഞാൻ പറഞ്ഞോളൂ. പക്ഷെ സംസാരിക്കാന്ന് പറഞ്ഞാൽ കോയക്ക ഇതേപോലെ കോയക്ക പറഞ്ഞു, ഷെരീഫ് ഒരു കാര്യം ചെയ്യും, ഞാൻ തന്നെ ഉത്തരവും പറഞ്ഞോളൂ, എന്ന് പറഞ്ഞാൽ മതി. അങ്ങനെ ഇന്റർവ്യൂ എടുത്ത് ഫസ്റ്റ് ഇന്റർവ്യൂ. എനിക്ക് ഇന്റർവ്യൂ അങ്ങനെയൊന്നുമില്ല, ഞാൻ പറഞ്ഞൊന്നും കൊടുത്തില്ല, ഞാൻ ചോദ്യം പോലും കാണിച്ചു വെച്ചിട്ടില്ല. എന്റെ കയ്യിലുള്ള ചോദ്യങ്ങളൊക്കെ ചോദിച്ചാൽ മതി, ഞാൻ ഇരട്ടി പറഞ്ഞോളൂ. അടിപൊളി. അതാണ് പറഞ്ഞത്, ഈ കോൺഫിഡൻസ് എന്നെ ഉണ്ടാക്കി തന്നത് സെർഗോ വിജയരാജാണ്. ഈ കോൺഫിഡൻസ് അതിനൊരു വേറൊരു വലിയൊരു ഉദാഹരണം പറയാം. തലശ്ശേരി മുബാറക്ക് ഹൈസ്കൂള്, ആ ഹൈസ്കൂളിൽ ഒരു മാഷിൻ്റെ പേര് പറയാം, ഹമീദ് മാഷ് എന്നെ പാട്ടിനെ ഭയങ്കര ഇഷ്ടപ്പെടുന്ന ഒരാളാണ്. മാഷ് എന്നെ വിളിച്ചിട്ട് പറഞ്ഞു, ഇതേപോലെ ആ വർഷം തന്നെ 2000 സമയം എന്നോട് പറഞ്ഞു, സ്കൂളിൻ്റെ പ്രോഗ്രാമാണ്, കലോത്സവമാണ്, അപ്പം ഷെരീഫ് വരണം, ഉദ്ഘാടനം ചെയ്യണം, രണ്ടുപേരും പാടണം, രണ്ടുപേരും സംസാരിക്കണം എന്നെല്ലാം പറഞ്ഞു. ഞാൻ പറഞ്ഞു ഞാൻ വരൂലേ, എന്നെ വിളിക്കാൻ വേണ്ട, ഞാൻ വരില്ല, എനിക്കൊന്നും സംസാരിക്കാൻ അറിയില്ല എന്ന് പറഞ്ഞു. അങ്ങനെ ഇവർ കുറേ പറഞ്ഞിട്ടും ഞാൻ സമ്മതിച്ചില്ല. അതങ്ങ് കടന്നുപോയി. പിറ്റേ വർഷമായപ്പം വീണ്ടും വിളിച്ചു മാഷ്, ഇപ്രാവശ്യം എന്തായാലും വന്നേ പറ്റുള്ളൂ. ഞാൻ പറഞ്ഞു എനിക്ക് സംസാരിക്കാൻ അറിയാത്തതുകൊണ്ട് ഞാൻ എന്താ ചെയ്യണ്ടേ, തീരെ പറ്റൂല, അതുകൊണ്ടാണ്. അവർ വിടുന്നേ ഇല്ല, അവർ ദിവസങ്ങളോളം വിളിച്ചു. ഞാൻ പറഞ്ഞു ഞാനില്ല. 3-ാമത്തെ വർഷം അവർ വീണ്ടും ഇപ്രാവശ്യം പോയാൽ 3-ൽ നിന്നാണ് എന്ത് സംഭവിച്ചു. 3-ാമത്തെ വർഷം അവർ വിളിച്ചിട്ട് പറഞ്ഞു, ഇപ്രാവശ്യം വന്നിട്ടില്ലെങ്കിൽ വീട്ടിൽ നിന്ന് പൊക്കിക്കൊണ്ടുവരും, വഴിയില്ല. എന്നെ അവർ ഒരു തരത്തിലും വിടില്ല എന്ന് മനസ്സിലായപ്പോൾ ഞാൻ പറഞ്ഞു എനിക്ക് ഒന്നും സംസാരിക്കാൻ അറിയില്ല, എന്താ ചെയ്യണ്ടേ, ഒന്നും വേണ്ട, 2 വരി പാട്ട് മാത്രം പാടിയിട്ട് ഇരുന്നു എന്ന് പറഞ്ഞു. ഞാൻ പോയി. എന്നിട്ട് എന്നെ വിളിച്ചപ്പാടന്നെ എനിക്ക് സംസാരിക്കാൻ അറിയില്ല, പാട്ട് പാടാം. എന്നിട്ട് ഞാനൊരു 2 പാട്ടായിട്ട് കഷ്ടപ്പാടി, പാടിയത് ഓർമ്മയില്ല, ഏതോ അന്ന് മനസ്സിലുള്ളൊരു 2 പാട്ട് പാടി പോന്നു. അപ്പോൾ മാഷിങ്ങനെ ചിരിക്കുന്നു. മാഷ്മാരോടൊക്കെ പറഞ്ഞിരുന്നു മൂപ്പര് സംസാരിക്കാൻ അറിയില്ല, അതുകൊണ്ട് 2 പേര് പാടുക മാത്രമേ ചെയ്യുള്ളൂ. കഴിഞ്ഞപ്പാടന്നെ ഞാൻ ഇറങ്ങി പോന്നു. വർഷങ്ങൾ കഴിഞ്ഞു. ഒരു 10-12 വർഷം കഴിഞ്ഞതിന് ശേഷം മുബാർക്ക് സ്കൂളിൽ വീണ്ടും മാഷ് വിളിച്ചു. നമ്മുടെ സ്കൂളിലെ കുട്ടികൾക്ക് സ്റ്റേറ്റ് ലെവലിൽ ഫസ്റ്റ് കിട്ടിയിട്ടുണ്ട്, ആ കുട്ടികളെ അനുമോദിക്കാൻ വേണ്ടി ഷെരീഫ് വരണം. ഞാൻ പറഞ്ഞു വരാമെന്ന്. അപ്പടം ഞെട്ടി, ആദ്യമായിട്ട് വരാമെന്നോ? ഞാൻ പറഞ്ഞു വരാം. വന്ന് ഞാൻ 1/2 മണിക്കൂർ 1/4 മണിക്കൂർ സംസാരിച്ചു.
ആ അന്ന് ഉണ്ടായ സംഭവങ്ങളൊക്കെ വിശദീകരിച്ച് സംസാരിക്കും. പഴയ മുബാറക്ക് സ്കൂളിൽ പോയതും രക്ഷപ്പെട്ടു ഓടിയതും ഒക്കെയുള്ള കാര്യങ്ങൾ ഞാൻ കുട്ടികളോട് പറഞ്ഞു, നമുക്ക് വേണ്ടത് കോൺഫിഡൻസ് ആണ് സംസാരിക്കാനുള്ളത്. നമ്മൾ മാറി നിന്നാൽ നമ്മളെപ്പോഴും ബാക്കിൽ തന്നെ ആയിരിക്കും. എൻ്റെ കഴിവിൻ്റെ പകുതി ഭാഗം കൊണ്ടുപോയത് എൻ്റെ കോൺഫിഡൻസ് ഇല്ലായ്മ, ഈ ഇൻട്രോവേർട്ടാണ്. അപ്പം നിങ്ങൾ ഇന്നത്തെ ജനറേഷൻ അങ്ങനെയല്ല, പക്ഷേ അങ്ങനെ ആവരുത്. ആയാൽ നമ്മൾ ഒന്നും ആവില്ല. സമൂഹത്തിൽ എന്തെങ്കിലും ആവണമെങ്കിൽ നമുക്ക് നന്നായി സംസാരിക്കാനും പോസിറ്റീവായിട്ട് പെരുമാറാനും പഠിക്കും. ഇതെൻ്റെ ജീവിതാനുഭവം വെച്ച് പറഞ്ഞു. മാഷ് ഞെട്ടി. ഞാൻ പണ്ട് കണ്ട ഷെറീഫാണോ ഇത്? ആരാ ഇത്? എന്താ സംഭവിച്ചത്? എന്താ ഇത് സംഭവിച്ചത്? എങ്ങനെ സംഭവിച്ചു എന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു, ഇതാന്ന് ചാനലിൽ ഇരുന്നിട്ട് എന്നെ മാറ്റിമറിച്ച് ശരിയാക്കിയെടുത്തു. സെർഗോ അല്ലേ? വിശ്വാസത്തിൻ്റെ പേര് സെർഗോ എന്നുള്ളതാണ്. ഞാൻ ഒന്ന് രണ്ട് കാര്യങ്ങളോട് പറയാം. അതായത് ഇതിൽ ഞാൻ കുറേ യൂട്യൂബ് കമൻസ് ഞാൻ കോപ്പി പേസ്റ്റ് ചെയ്തിട്ട് വെച്ചതാണ്. പല ഭാഗത്തു നിന്നായിട്ട് പലരും പറഞ്ഞിട്ടുള്ളതാണ്. മധുരം ജീവാമൃത ബിന്ദു കീർത്തന SKനെ തിരുത്തി കൊടുക്കുന്ന സമയത്ത് മധുരത്തിൽ മധുരം വന്നില്ല എന്ന് പറഞ്ഞതിൻ്റെ തൊട്ട താഴെ ലിജിത്ത് ലാൽ എന്ന് പറഞ്ഞിട്ടുള്ള ഒരാൾ 5 വർഷങ്ങൾക്ക് മുന്നേ എഴുതി വെച്ചത്, ഷെരീഫിക്ക ക്ഷമിക്കണം, നിങ്ങളെ മനസ്സിലാക്കാനോ നിങ്ങളുടെ ഉള്ളിലുള്ള ഗായകൻ അറിയാനോ ശ്രമിച്ചില്ല. അതെന്നെപ്പോലുള്ളവർക്ക് മനസ്സിലാക്കി തന്ന TV-യോട് ഒരുപാട് നന്ദി. ദർശ് ലിയോ കരയിച്ചു, ഓഫീസിലുള്ള മറ്റുള്ളവർ കാണാതെ കണ്ണ് തുടച്ചു. രതീഷ് ബാബു 2331 5 കൊല്ലം മുന്നത്തെ കമൻ്റാണ്. ഷാനുക്ക ഗോപിച്ചേട്ട, ഈ പൊന്നിക്കയെ കൊണ്ട് നിങ്ങൾക്കൊന്ന് സിനിമയിൽ പാടിച്ചൂടെ? ഞങ്ങൾ കാത്തിരിക്കുന്നു. തൗഫീഖ് അബൂബക്കർ, ജോൺസൺ മാസ്റ്ററും ഔസപ്പച്ചൻ സാറും ഈ ഗായകനെ ഉപയോഗിച്ചിരുന്നെങ്കിൽ നമ്മൾ മലയാളികൾക്ക് എത്രയോ നല്ല പാട്ടുകൾ കിട്ടിയേനെ. ഞാനും പറയുന്നു. അൻസാർ വലിയ വീട്ടിൽ 753, ഷെരീഫ് ക ആ പാട്ട് പാടുമ്പോൾ അടുത്തിരിക്കുന്ന മിഥുൻ്റെ എക്സ്പ്രഷൻ. മിഥുൻ നല്ലൊരു മനസ്സിൻ്റെ ഉടമയാണ്. ഷെരീഫ് ക ഹൃദയത്തെ തഴുകി തലോടി സരിഗമപ്പ. ഇതൊരു 5 പേരുടെ കോമൻറ്റ് ഞാൻ വെറുതെ എടുത്തിട്ട് ചുമ്മാ ഒന്ന് കോപ്പി പേസ്റ്റ് അടിച്ചതാണ്. എത്ര മനുഷ്യന്മാരാ ഒരു പാട്ട്, അടലിൻ്റെ ആഴങ്ങളാവട്ടെ, മധുരം ജീവാമൃത ബിന്ദു ആവട്ടെ, അതല്ലാതെ ഒരു പാട്ട് ഞാൻ അതിനിടയിൽ കൂടെ കണ്ണീർ പൂവിൻ്റെ മറ്റേ ഭരതിന് പാടി കൊടുത്തത്. എനിക്ക് തോന്നുന്നത് ജോൺസൺ മാഷിൻ്റെ പാട്ടുകളാണെന്നുണ്ടെങ്കിലും ആ സമയത്ത് ഒരു 90s ഹിറ്റ്സിലെ ഏറ്റവും ഏത് സംഗതികൾ സോൾഫുള്ളായിട്ട് പാടുന്നത്. നമ്മൾ പറയില്ലേ നേരത്തെ, പല സിംഗേഴ്സിനെ കുറിച്ചും പറയാറുണ്ട്, ഹൃദയത്തോട് സംവദിക്കുന്ന പാട്ടുകൾ ഉണ്ടാവാറുണ്ട്. ഹൃദയത്തിൻ്റെ ഉള്ളിൽ കൂടെ നിങ്ങൾ തന്നെ അതിൽ പറയുന്നുണ്ട്, ഇവിടെ വന്ന് തറയ്ക്കണം. അതെ, അത് നിർബന്ധമാണ്. നമ്മുടെ ഈ ഫീലിനെ കുറിച്ചിട്ട് സംസാരിച്ച് തുടങ്ങിയത് സരിഗമപ്പോൾ തൊട്ടാന്ന് എനിക്ക് തോന്നുന്നു. കാരണം എൻ്റെ പാട്ട് പാടുമ്പോൾ നമുക്ക് ഹൃദയത്തിൽ തട്ടണം. ചില പാട്ടുകൾ പാടുമ്പോൾ ഹൃദയത്തിൽ എത്തണം. അത് പാട്ടുകാരൻ്റെ കടമയാണ്. ഇപ്പം മോഹൻലാലൊക്കെ അഭിനയിക്കുമ്പോൾ കണ്ടിട്ടില്ലേ, ജീവിക്കുകയാണ്, നഖം പോലും അഭിനയിക്കും. അത് ജീവിക്കുകയാണ്. അപ്പോൾ അതുപോലെ നമുക്കൊക്കെ അങ്ങനെ പാട്ടിലൂടെ ജീവിക്കണം എന്ന് ആഗ്രഹിക്കുന്ന ആളാണ്. പാട്ടുകാരൻ അത്രയും എക്സ്പ്രസീവ് ആവണം. പിന്നെ പാട്ടുകാരൻ ശബ്ദം കൊണ്ട് ആ കഥാപാത്രം ആവണമെന്നല്ലേ ശരിക്കും വേണ്ടത്? ആണല്ലേ? അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഇതുവരെയുള്ള കണ്ണൂർ ഷെരീഫിന്റെ എക്സ്പ്രഷൻ നമ്മളൊന്ന് മാറ്റാൻ പോവാണ്. ഈ എക്സ്പ്രഷൻ ഞാൻ പാടുന്ന സമയത്ത് കരയും പോലെ ഉണ്ട്. അതെന്തുകൊണ്ടാന്ന് വെച്ചാല് അത് ഞാൻ ചോദിക്കാം. അത് ഞാൻ തന്നെ പറഞ്ഞുതരാം. അതെന്താന്ന് വെച്ചാല് ഞാൻ ആസ്വദിക്കുകയാണ്. ഞാൻ പാട്ട് പാടുന്നത് ഞാൻ തന്നെ ആസ്വദിച്ചാൽ മാത്രമേ കേൾവിക്കാരനെ സ്വാധീനിക്കാൻ പറ്റുള്ളൂ. ഞാൻ ആ ലഹരിയിലാണ്, പാടുന്നതിൻ്റെ ലഹരിയിലായതുകൊണ്ട് എൻ്റെ നേഴ്സൊക്കെ വർക്ക് ചെയ്യാണ്, തലച്ചോറും എല്ലാം വർക്ക് ചെയ്യുമ്പോൾ ഞാൻ എല്ലാവർക്കും അങ്ങനെ വരണമെന്നില്ല. എല്ലാവർക്കും ഓരോ തരത്തിലായിരിക്കും. എനിക്ക് ശരിക്കും തലച്ചോറും എല്ലാം അറിയും പാടുമ്പോൾ. ഞാൻ 2-3 ദിവസം പാടാണ്ട് നിന്നിട്ട് ഒരു ദിവസം പ്രാക്ടീസ് ചെയ്ത് ഒരു നല്ല ഫീലുള്ള പാട്ട് പാടാൻ ശ്രമിച്ചാൽ എൻ്റെ ഇവിടുത്തെ ഞരമ്പൊക്കെ വേദനിക്കും. എന്താ വെച്ചാൽ ഇവിടെ ഒന്നും ടച്ച് ചെയ്യാണ്ട് പാടാൻ പറ്റൂല എനിക്ക്. അങ്ങനെയാണ് അങ്ങനെ പറ്റുള്ളൂ എനിക്ക്. ഇനി ആൾക്കാർ മുഖം മാറ്റുമെന്ന് പറഞ്ഞാൽ പറ്റുമെന്ന് തോന്നുന്നില്ല. അതവിടെ നോട്ടത് കുഴപ്പമൊന്നുമില്ല. ഈ പാട്ട്, ഈ ഒരു ചോദ്യം ഞാൻ ചോദിക്കുന്നതല്ല, എനിക്ക് പുള്ളിക്ക് അറിയാവുന്ന ഒരാൾ ചോദിച്ചതാണ്. ഇതുവരെ ഇട്ട കണ്ണൂർ ഷെരീഫിൻ്റെ എക്സ്പ്രഷന് ഒരു ചെറിയ മാറ്റം ഉണ്ടാവും. ഈ ചോദ്യത്തിന് നിങ്ങളൊരു ഉത്തരം പറഞ്ഞേ മതിയാവും. ആ ചോദ്യം എങ്ങനെയാണ്? കുറേ മാപ്പിളപ്പാട്ടുകൾ പുതുതായിട്ട് സിനിമകളിലൊക്കെ വന്നിട്ടുണ്ട്. ഷെരീഫ് ഖാൻ്റെ പഴയ പാട്ട് പുതിയ വേർഷനിലൊക്കെ ആക്കി നിങ്ങൾ തന്നെ പാടിയിട്ടുണ്ട്. ഇപ്പോൾ നമ്മൾ മഹീൽ മഹാസീനെന്നും വന്നു,
അതുപോലെ തന്നെ മറ്റേ എൻ്റെ പാട്ട് തന്നെ വന്നു, ദർജപ്പൂ മോളല്ലേ സിനിമയിൽ വന്നു. അങ്ങനെയാണെങ്കിൽ ഷെരീഫ്ക്കൊക്കെ ഇനിയിപ്പോൾ സിനിമയിൽ വരികയാണെങ്കിൽ പാടണമെന്ന് ആഗ്രഹമുള്ളൊരു മാപ്പിളപ്പാട്ട് ഏതാണ്? അങ്ങനെ ഞാൻ അതിനെ പറ്റിയൊന്നും അങ്ങനെ ബോധം, എന്നാലും സിനിമയിൽ വന്ന് കാണണമെന്ന് ആഗ്രഹമുള്ളൊരു അങ്ങനെ ഇല്ല, അങ്ങനെ ഒരു ആഗ്രഹങ്ങളൊന്നും എനിക്കില്ല എന്നുള്ളതാണ് സത്യം. കാരണം ഒരു സിനിമയിൽ ഇനി പാടണം അല്ലെങ്കിൽ സിനിമ അങ്ങനെ വലിയ ഒരു ആഗ്രഹങ്ങളൊന്നും ഇല്ലെന്നേ. അല്ല, ഒരു പണ്ട് മുതലേ ഇല്ല, ഇന്നായിട്ടല്ല. അത് നമുക്ക് എല്ലാവർക്കും മനസ്സിലായി. നാട്ടുകാർ മൊത്തത്തിൽ അതിൻ്റെ അകത്തിട്ട കമൻറ്റുകൾ കൊണ്ടാണ് എനിക്ക് തോന്നുന്നത് പിന്നെയും ലോകം മുഴുവൻ ഈ മനുഷ്യനെ ശ്രദ്ധിക്കുന്നത്, പാട്ടുകൾ വരുന്നത്. ഇപ്പം കേശു ഈ വീടിൻ്റെ നാഥൻ, അതുപോലെ തന്നെ രഞ്ജുവിൻ്റെ ഒരു പടം ഉണ്ടായിരുന്നു, കർണൻ നെപ്പോളിയൻ ഭഗത് സിംഗ്. അതിലൊരു ഭക്തിഗാനം അവിടെ, മുസ്ലിം ഭക്തിഗാനം. അത് കൂടാതെ സുബഹിക്ക് എന്ന് പറഞ്ഞിട്ടൊരു മറ്റേ ഇയാളുടെ ഷാന്റെ പാട്ട് പാടി. ഗോപിസുന്ദറിന്റെ ഒരു പാട്ട് വേറെ. ഗോപിസുന്ദരൻ 2 പാട്ട് പാടി. ഏതൊക്കെയാണത്? ഒന്ന് ആദ്യം നിക്കാഹ് എന്ന് പറഞ്ഞൊരു പടം ഉണ്ടായിരുന്നു. അതിൽ പാട്ടുകാരനായിട്ട് പാടുന്നത് പൊന്നാനിയിൽ മാപ്പിളപ്പാട്ട അമ്മായി വന്നു എന്ന് പറഞ്ഞു. അതിനുശേഷം പാടിയത് കടലിൽ കാണാത്ത ഒരു ജീവൻ എന്ന് പറഞ്ഞാൽ ഇറങ്ങിയിട്ടില്ല ആ പടത്തിൽ. നല്ല പാട്ടാണ്, നല്ല പാട്ടാ. അത് ഷിബു ചക്രവർത്തിന്റെ വരിയ. രണ്ടുപേരും പാടുന്നത്. കടല് കാണാത്ത ഒരുത്തിക്ക് ഞാനൊരു കവിത ഒന്നയച്ചു കൊടുത്തു, കടലാസ് കുമ്പിളിൽ കോരിയെടുത്തൊരു കടലായിരുന്നു അത്, തിരയായിരുന്നു അത്. ഹോ, കടല് കാണാത്ത ഒരുത്തിക്ക് ഞാനൊരു കവിത ഒന്നയച്ചു കൊടുത്തു. എന്ത് രസമുള്ള കോമ്പോസിഷൻ, എന്ത് രസമാണ്. നല്ല എഴുത്തും എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. ഷിബു ചക്രവർത്തി കടല് കാണാത്ത ഒരുത്തിക്ക് ഒരു കവിത അങ്ങ് അയച്ചു കൊടുത്ത്, കടല് പോലെ പ്രണയം ഒഴുകി വിടുക എന്നാണ് പറഞ്ഞിട്ടുള്ളത്. എന്ത് ഭംഗിയായിട്ടാണ് പറഞ്ഞിട്ടുള്ളത്, ഒന്ന് ആലോചിച്ച് നോക്ക്. മാത്രമല്ല, ഞാൻ ചോദിച്ച ചോദ്യത്തിന് എനിക്ക് ഉത്തരം കിട്ടില്ല. ചില പാട്ടുകൾ ഇപ്പം ദർജപ്പൂ മോളല്ലേ അടക്കം സിനിമയിൽ വന്നു. അങ്ങനെയാണെങ്കിൽ ഷെരീഫൊക്കെ ഒന്ന് ഇത് സിനിമയിൽ വന്നിരുന്നെങ്കിൽ എന്ന് തോന്നുന്ന ഒരു പാട്ട് പറഞ്ഞാലും മതി. അങ്ങനെ പറയാന്ന് പറഞ്ഞാൽ ഞാൻ ഈ അടുത്ത് പാടിയൊരു പാട്ടുണ്ട്, ഒരു റൊമാൻറ്റിക് പാട്ട്. ഏതാ? ടിപ്പിക്കൽ സ്റ്റൈലാണ്. മഴവില്ലിൻ ചേലാണ് പെണ്ണെ നീ കൽബിന്നൊളിവാണ്, മണ്ണിൽ ഞാനേകനായി നിന്നെ തേടി നടപ്പാണ്. നല്ല പാട്ടാണത്. അത് മിഥുനുള്ള ഉത്തരം. മിത്തു ചോദിച്ച ചോദ്യമാണ്. മിത്തു ചോദിക്കാൻ വേണ്ടി ഞാൻ പറഞ്ഞപ്പോ മിത്തു പല ചോദ്യങ്ങളും ചോദിക്കും. അതൊന്നും ഉത്തരമില്ല എനിക്ക്. വെൻ ഇറ്റ് കംസ് ടു മ്യൂസിക് ഇവർ രണ്ടുപേരും ഭയങ്കര പോട്ടിയാ. ഞങ്ങള് ഗുരുകുലം ടീമാ, അതിന്റെ പ്രിൻസിപ്പളാ ഞാൻ. കോൺവെന്റിന്റെ പ്രിൻസിപ്പളാ. അപ്പൊ എപ്പോഴും തല്ല അവിടെ. എങ്ങനെയുണ്ട് ഷൂട്ടൊക്കെ? എങ്ങനെ പോകണം? ഓ, ഗംഭീരട്ടോ, ഗംഭീരമാണ്. ഇപ്രാവശ്യത്തെ പിള്ളേരൊക്കെ എങ്ങനെയുണ്ട്? ഒരു രക്ഷയില്ലട്ടാ. ഇന്നത്തെ കുട്ടികളുടെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ, നമ്മളൊക്കെ പഠിക്കുന്ന കാലത്തും വളരുന്ന കാലത്ത് നമ്മൾ മാക്സിമം നമ്മുടെ ഇന്ത്യൻ മ്യൂസിക്കേ കേട്ടിട്ടുള്ളൂ. പുറത്തുള്ള മ്യൂസിക്കുകൾ ഒരുപാടൊന്നും കേട്ട പരിചയമില്ല, റെയറായിട്ട് കേൾക്കുന്നല്ലേ. ഇന്ന് കുട്ടികൾ ലോകം മുഴുവനുള്ള മ്യൂസിക്കുകളാണ് പാടുന്നത്. അവർ നിത്യമായി കേൾക്കുക. അതുകൊണ്ട് അതിൻ്റെ വ്യത്യാസം ഭയങ്കര ഹൈലി ടാലൻറ്റഡ്, ഒന്നും പറയാനില്ല. ഭയങ്കര രസമല്ല, പ്രത്യേകിച്ചും അവരെന്നെ ഇംപ്രവൈസ് ചെയ്ത് പാടണൊക്കെ കേൾക്കാൻ. അതൊക്കെ എന്താ പറയുക, അവരുടെ മാക്സിമം ടാലൻറ്റ് കാണിക്കുക എന്നുള്ളതല്ലേ, അല്ലാതെ അതുപോലെ വെച്ചിട്ട് പാടിയിട്ട് കാര്യമില്ല. ഇനി അതിൻ്റെ മുകളിൽ എന്തൊക്കെ ചെയ്യാന്നുള്ളതാണ്. ഇപ്പം തന്നെ റിയാലിറ്റി ഷോകളുടെ കാര്യം പറയുമ്പോൾ നമ്മുടെ വീട്ടിലൊക്കെ ഹിന്ദി റിയാലിറ്റി ഷോ ആരെയും കാണലുണ്ടായിരുന്നു. ഇപ്പം എത്ര റിയാലിറ്റി ഷോ ആണ്. ഷൺമുഖപ്രിയ എന്നെങ്ങാണ്ട് പറഞ്ഞിട്ടൊരു ആന്ധ്രാപ്രദേശിൽ നിന്നെങ്ങാണ്ടുള്ള ഒരു കുട്ടി ഒരു ഹിന്ദി റിയാലിറ്റി ഷോയിൽ അവർ എന്താ പറയല്, നമ്മൾ ഹമ്പുള്ള റോട്ടിൽ കൂടെ വണ്ടി പോണ മാതിരിയാണ് അവർ ഗമകങ്ങൾ പാടിയിരുന്നത്. എന്ത് ബ്യൂട്ടിഫുള്ളാണെന്നറിയോ. അതെ, ചോദ്യങ്ങൾ ഇങ്ങനെ എനിക്ക് ഒരുപാട് ഇങ്ങനെ ചോദിക്കണം എന്നൊക്കെ വിചാരിച്ചിരുന്നു ശരിയൊക്കെ. പക്ഷെ എന്താണെന്നറിയും, മനുഷ്യനെ ഞാൻ നേരത്തെ പറഞ്ഞത് തന്നെയാണ്, ഒരു വലിയ ജനം ഇയാൾ സിനിമയിലൊക്കെ പാടി, ഇദ്ദേഹത്തിന് നിങ്ങൾക്ക് എന്തുകൊണ്ട് അവസരം കൊടുത്തുകൂടാന്നൊക്കെ ചോദിക്കുന്ന തരത്തിൽ ആളുകളുടെ ഹൃദയത്തിലുള്ള ഒരാളാണ്. ഞാൻ ചോദിക്കട്ടെ, ഏതെങ്കിലും ഒരു പാട്ട് കേട്ടിട്ട് ആ പാട്ട് എനിക്ക് പാടാൻ പറ്റിയിരുന്നെങ്കിലും തോന്നിയിട്ടുണ്ടോ? എനിക്ക് അഴലിൻ്റെ ആഴങ്ങളിൽ കേട്ടപ്പോൾ തോന്നിയിരുന്നു ഇത് എനിക്ക് കിട്ടിയിരുന്നത് നന്നായിരുന്നു. കാരണം എൻ്റെ ഒരു സിംഗിങ് സ്റ്റൈലുമായിട്ട് ഏറെ യോജിക്കുന്നൊരു ശൈലിയാണ്. ആ പാട്ട് കേട്ടപ്പം എനിക്ക് ഒരു എന്താണെന്നറിയില്ല, അത് ഫസ്റ്റ് കേട്ടപ്പാട് തന്നെ എനിക്ക് ഭയങ്കര റിലേറ്റഡായി. ആണ്, ഇത് എൻ്റെ ഒരു പാട്ടാന്ന് തോന്നി. അല്ല, എൻ്റെ ഒരു ശൈലിയുണ്ട് ആ പാട്ടിൽ എന്നുള്ളത് തോന്നി. ഒരു പക്ഷേ ഇത്
ആ ഒരു TV റിയാലിറ്റി ഷോന്റെ ഫ്ലോറിൽ പാടിയ സമയത്ത് നാട്ടുകാർ ഒന്നടങ്കം പറഞ്ഞത് നിങ്ങളും കൂടെ പാടി കേട്ടിരുന്നെങ്കിൽ നന്നായിരുന്നേനെ. അത് അങ്ങനെ പറഞ്ഞിട്ടില്ലേ കുറെ പേര്, അതെ അല്ലേ? എന്ത് ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു പാട്ടാണ്. മാത്രമല്ല ഈ ഒരു ചോദ്യം ഷെരീഫ്ക്കൊക്കെ നമ്മൾ ഇതുവരെ പോയിട്ടുള്ള ഒരു ചിൽ മൂഡിനെ ഒന്ന് മാറ്റുമെന്ന് തോന്നുകയാണെങ്കിൽ ഉത്തരം പറയണ്ട, എനിക്കിതിന് ഉത്തരം പറയാൻ താല്പര്യമില്ല എന്ന് പറഞ്ഞത്. പക്ഷേ ഷെരീഫ്ക്കൊക്കെ പറയണമെന്ന് തോന്നുകയാണെങ്കിൽ ഷെരീഫ്ക്ക് ഉത്തരം പറയണം, കുഴപ്പമില്ല. കാര്യം ഞങ്ങൾക്ക് രണ്ടുപേർക്കുള്ളൊരു ഒരു സാമ്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ രണ്ടുപേരുടെയും ഒരു ചൈൽഡ്ഹുഡ് ഒരു സെയിം ബോട്ടിലായിരുന്നു. ഞങ്ങൾ രണ്ടുപേരും ഇപ്പം ഷെരീഫ്ക്ക് എൻ്റെ ഉപ്പ മരിച്ചു പോകുന്നത് 4-ാം വയസ്സിലാണ്. എനിക്കൊരു 9 വയസ്സാവുന്ന സമയത്താണ് മേരി പ്യാരി പിതാശ്രീ ഗേ അങ്ങനെ ഒരു സംഭവം ഉണ്ടാകുന്നത്. രണ്ടുപേരും അമ്മയോട് ഭയങ്കര ഇഷ്ടമുള്ള ആൾക്കാരാണ്. ഞാനൊരു ഉമ്മക്കുട്ടിയാണെന്ന് ഭയങ്കര അഭിമാനത്തോടു കൂടി പറയുന്ന ഒരാളാണ് എനിക്ക്. കാരണം അസ്മ CP മെയ്ഡ് മീ എന്നുള്ളതാണ് എൻ്റെ ഒരു സാധനം. ഞങ്ങൾ ഭയങ്കര ഫാനായിട്ടോ. തെറച്ചപ്പ് മോളൊക്കെ ഇരുന്ന് കേൾക്കും. അവരുടെ വീട്ടിൽ മ്യൂസിക് ഉണ്ട്, അവരുടെ വീട്ടിൽ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഉമ്മ ഭയങ്കരമായിട്ട് പാട്ടുകൾ കേൾക്കുന്ന ഒരാളാണ്. ഷെരീഫിൻ്റെ ഉമ്മേനെ കുറിച്ച് പറയുകയാണെങ്കിലും ഷെരീഫ്ക്ക് എപ്പോഴും പറയുന്നത് ഭയങ്കര ഇമോഷണലായിട്ടാണ് സംസാരിക്കുക. ഉമ്മേനെ കുറിച്ച് പറയുന്ന സമയത്തൊക്കെ ഉമ്മ വളർത്താനുണ്ടാക്കിയിട്ടുള്ള, ഇപ്പം വിശാലാക്ഷി ടീച്ചർ വന്നിട്ട് കാര്യം പറയുന്ന സമയത്താണ് നീ പൊയ്ക്കട മോനെ എന്ന് പറയുമ്പോൾ ആ ഒരു ധൈര്യം, ഉമ്മ ഉണ്ടാക്കിയിട്ടുള്ളൊരു ഒരു സ്വാധീനം, ഇതിനെക്കുറിച്ച് ഷെരീഫൊക്കെ പറഞ്ഞ് നേരിട്ട് കേൾക്കാൻ എനിക്കൊരു ആഗ്രഹമുണ്ട്. ഉമ്മ, കാരണം നമുക്ക് ഫാദർ ഇല്ലെങ്കിൽ അറിയാലോ, ഉമ്മയാണ് എല്ലാം. പിന്നെ നമുക്ക് എന്നെ സംബന്ധിച്ചിട്ട് പറയുകയാണെങ്കിൽ എനിക്ക് ഈ എൻ്റെ ഒരു ചൈൽഡ് പ്രായത്തിൽ എനിക്കൊരു ഉപ്പയുടെ ആവശ്യം തന്നെ തോന്നിയിട്ടില്ല. അത്രയും സ്നേഹത്തോടെയാണ് ഉമ്മ വളർത്തിയത്. പിന്നെ സാമ്പത്തികമായിട്ടുള്ള പ്രയാസങ്ങളുണ്ടായി, പട്ടിണി കിടന്നിട്ടുണ്ട് കുറേ. പക്ഷേ അതൊന്നും എനിക്ക് പിന്നെ വലിയ പ്രശ്നമായിട്ട് തോന്നിയിട്ടില്ല. പക്ഷേ സ്നേഹം, നമുക്ക് പഠിപ്പിച്ചു തന്ന നന്മകൾ, അതൊക്കെയാണ് എൻ്റെ ലൈഫിൽ ഏറ്റവും വലിയ. ഇന്നും ഞാൻ ആൾക്കാർ എൻ്റെ സ്വഭാവം നല്ലതാണെന്ന് പറയുകയാണെങ്കിൽ അതിൻ്റെ എല്ലാ ക്രെഡിറ്റും ഉമ്മക്കല്ലേ. എനിക്ക് സത്യം പറഞ്ഞാൽ ഞാൻ അലഞ്ഞ് തിരിഞ്ഞ് പാടി നടന്നൊരു കാലമുണ്ട്. എനിക്ക് ഗാനമേളക്ക് പോകണം, പൈസ കിട്ടണം, വീട് വെച്ച് കൊടുക്കണം, അങ്ങനെ ഇങ്ങനെ കുറേ പ്രശ്നങ്ങളുണ്ട്. അപ്പം എനിക്ക് ഒരുപാട് വഴിതെറ്റാനുള്ള അവസരങ്ങളുണ്ടായിരുന്നു. അന്ന് മദ്യപാനം, കലാകാരന്മാരെന്ന് പറയുമ്പോൾ മദ്യപാനികളാണെന്ന് പറയുന്ന ഒരു അവസ്ഥയിലൂടെ കടന്നു പോകുന്ന കാലമാണത്. അപ്പം മദ്യവുമായിട്ട് വളരെ റിലേറ്റഡാണ് എല്ലാം. പിന്നെ നമ്മുടെ ഫീൽഡും അതാണ്. ഒരുപാട് പേര് കൂടെ പോകുന്ന ആളും എല്ലാവരും മദ്യപിക്കുന്നു, പാട്ട് പാടാൻ നല്ലതാണെന്നൊക്കെ പറയും, നല്ലതെന്ന് പറയുക, സ്മോക്ക് ചെയ്യുന്നു. സ്മോക്കിംഗ് ഒക്കെ അന്ന് ക്രെഡിറ്റാണ്. ഇതൊന്നും ഞാൻ ചെയ്തിട്ടില്ല. ചെയ്യാതിരുന്നതിൻ്റെ കാര്യം എന്ന് വെച്ചാൽ എനിക്കിപ്പോൾ ഉമ്മയെ അറിയില്ല. ഇതൊന്നും ചെയ്താൽ എനിക്ക് എന്തും ചെയ്യാം, അറിയാലോ. ഉപ്പയില്ലെങ്കിൽ നമുക്ക് എന്ത് തോന്നിയ ദിവസം ചെയ്താൽ ആരും അറിയില്ല. പക്ഷെ ഞാൻ ഒന്നും ചെയ്തിട്ടില്ല. എനിക്കിപ്പോൾ ഉറപ്പിച്ചു പറയാൻ പറ്റും, ലൈഫിൽ ഞാൻ അനാവശ്യമായിട്ടുള്ള ഒരു ഇതിനും പോയിട്ടില്ല, ഒരു മോശമായിട്ടുള്ള ഒരു കാര്യത്തിനും പോയിട്ടില്ല. അത് ഉറപ്പിച്ചു പറയാൻ പറ്റും. ഈ സംഗീതം കൊണ്ട് കിട്ടിയ ഭാഗ്യങ്ങൾ ഞാൻ മിസ്യൂസ് ചെയ്തിട്ടേയില്ല. പാട്ടില്ലാത്ത മറ്റൊരു വേറൊരു ദുശീലമില്ല. സംഗീതം മാത്രമാണ് എൻ്റെ ഒരു ദുശീലം എന്ന് പറയുന്നത്. ദുശീലം എന്നല്ല, നല്ല ശീലം. അത് നല്ലോണം പാട്ട് കേൾക്കും. എൻ്റെ ഫ്രീ ടൈം കംപ്ലീറ്റ് പാട്ട് പഠിക്കുക, ഒരുപാട് പഠിക്കുക. പിന്നെ മ്യൂസിക്കിനെ കൂടുതൽ അറിയുക, എല്ലാത്തരം പാട്ടുകളും കേൾക്കുക, പല ജോണറിലുള്ള പാട്ടുകൾ കേൾക്കാനുള്ള ഒരു ലിസണർ എന്ന രീതിയിൽ മാത്രം. പക്ഷേ കേൾക്കുമ്പോൾ നമ്മൾ എത്രത്തോളം സ്വാധീനിക്കും എന്നുള്ളതാണ്. പിന്നെ ഞാൻ വിശാലാക്ഷി ടീച്ചർക്ക് ശേഷം MN രാജീവ് സാറിൻ്റെ അടുത്ത് പഠിച്ചിരുന്നു കുറച്ചു കാലം. ആകാശവാണി പഠിച്ചു എന്ന് പറഞ്ഞാൽ ഞാനങ്ങനെ ഇരുന്ന് കുറേ കാലം ദിവസം പോയി അങ്ങനല്ല, ഇടയ്ക്കിടയ്ക്കേ പോവും. പക്ഷെ മാഷ് എന്നോട് എപ്പം പറയുന്ന കാര്യം വെച്ചാൽ ഷെരീഫിന് പാടുമ്പം ഫീലാണ് നമുക്ക് പഠിക്കേണ്ടത്, അതാണ് വേണ്ടത്. എന്നെ ഫീലിന് വേണ്ടിയിട്ട് ഒരുപാട് ട്രൈ ചെയ്ത ആളാണ് എൻ്റെ മാഷ്. അപ്പോൾ പഠിപ്പിക്കുമ്പോൾ ഏറ്റവും കൂടുതൽ ഫീലിലാണ്. അദ്ദേഹം ലൈറ്റ് മ്യൂസിക്കെല്ലാം കമ്പോസ് ചെയ്ത് കഴിഞ്ഞാൽ എന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും സമ്മതിക്കില്ല, ഫീല് കറക്റ്റ് ആവാണ്ട് മാറാൻ വിടൂല. അപ്പം അങ്ങനത്തെ കുറേ അനുഭവമുണ്ട്. അതാണ് ലൈഫിലെ ഏറ്റവും വലിയ ഭാഗ്യമായി ഇപ്പോഴും തോന്നുന്നത്. എനിക്ക് തോന്നുന്നത് ഒരു പക്ഷേ ഇപ്പം ഞാൻ നേരത്തെ ചോദിച്ചിട്ടുണ്ടായിരുന്നത് അമ്മേനെ കുറിച്ചിട്ടാണ്. അമ്മ എന്ന് പറഞ്ഞിട്ടുള്ള ഫിഗറിനെ കണ്ടിട്ടുള്ള ഒരുപാട് മുഖങ്ങളിലേക്ക് ഷെരീഫൊക്കെ പോയി എന്നുള്ളതാണ്. ഞാൻ കേട്ടെ, ഇപ്പം കുറച്ച് കഷ്ടപ്പാടും ബുദ്ധിമുട്ടും ഒക്കെ ഉള്ളൊരു സമയം അവിടെ ഉണ്ട്. ഒരു പക്ഷേ ഇന്നത്തെ പോലെ ഒരു സാഹചര്യം, അതായത് ഇപ്പം എന്തെങ്കിലുമൊക്കെ ഒരു സംഗതി കയ്യിലുണ്ടെങ്കിൽ, എന്തെങ്കിലും ഒരു കഴിവ് കയ്യിലുണ്ടെങ്കിൽ അത് മാർക്കറ്റ് ചെയ്യാനുള്ള ഒരു അവസരം അന്ന് ഉണ്ടായിരുന്നെങ്കിൽ, അല്ലെങ്കിൽ അവർ ഒരു ഫിനാൻഷ്യലി ഫ്രീഡം ഉള്ളൊരു സ്ത്രീ ആയിരുന്നെങ്കിൽ ഒരു പക്ഷേ ആ കഷ്ടപ്പാടുകൾ ഇല്ലാതാകുമായിരുന്നില്ലേ. പിന്നെ ഈ എൻ്റെ ഫാദർ ഉണ്ടെങ്കിലല്ലേ എനിക്ക് ഒരുപാട് അവസരങ്ങൾ കിട്ടി. എനിക്ക് ഫാദർ ഒരു അതിഭയങ്കരമായിട്ടുള്ള സംഗീത ആസ്വാദകനാണ്. മുഹമ്മദ് റഫിയുടെ ഒരു കടുത്തെന്ന് പറഞ്ഞാൽ എൻ്റെ ഏട്ടൻ്റെ പേര് മുഹമ്മദ് റഫി എന്നാണ്. ആണോ? എൻ്റെ ജ്യേഷ്ഠൻ്റെ പേര് ആരാധന കൊണ്ട് ഇട്ട പേരാണ്.
അപ്പോൾ അത്രയും അങ്ങനെ എൻ്റെ വാപ്പ ഉണ്ടെങ്കിൽ ഉറപ്പായിട്ടും എനിക്ക് ഒരുപാട് ഓപ്പർച്യൂണിറ്റി കിട്ടിയേനെ, നമ്മുടെ ജീവിത രീതി കുറച്ച് മാറിയേനെ. അപ്പോൾ അന്നേരം പിന്നെ ഇതുകൊണ്ട് നമ്മൾ കോൺഫിഡൻസ് ഇല്ലായ്മ വരാൻ പ്രധാന കാരണം എന്ന് വെച്ചാൽ നമുക്കൊരു ഗോഡ് ഫാദർ ഇല്ല നമ്മളെ കൊണ്ടുനടക്കാനും നമ്മളെ നന്നാക്കിയെടുക്കാനും. ഇന്നൊക്കെ നമ്മളെ കൂടെ എൻ്റെ അടുത്ത് വരുന്ന കുട്ടികളെ ഞാൻ തന്നെ ഏറ്റെടുത്ത് പലതും ചെയ്തു കൊടുക്കും. അവരെ നല്ലോണം വാർത്തെടുക്കാൻ ഞാൻ ഒരുപാട് പാട്ടുകാർക്ക് ഇത് ചെയ്തു കൊടുക്കുന്നുണ്ട്. അപ്പം അങ്ങനൊന്നും ചെയ്തു തരാൻ ഒരാളില്ല ഇപ്പം, അല്ല അന്ന് ആ കാലഘട്ടത്തിൽ. അപ്പോൾ നമ്മൾ വന്നത് ഒറ്റയ്ക്ക് വഴിവെട്ടിയിട്ടാണ്. ഒറ്റയ്ക്ക് വഴിവെട്ടി വന്നവരാടാ എന്ന് പറയണം അല്ലേ? പിന്നെ അവസരങ്ങൾ എന്ന് പറഞ്ഞില്ലേ, അവസരങ്ങൾ ഒന്നാമത് ഞാൻ കണ്ണൂരാണ്. കണ്ണൂർ അങ്ങനെ സിനിമാ മേഖല ഒന്നും തീരെയില്ല. സിനിമേൻ്റെ ഒരു കണ്ണൂർ രാജനൊക്കെ അവിടെ നിന്നായിരുന്നു, പക്ഷെ പേര് മാത്രമാണ് കണ്ണൂരിൽ നിന്നാണ്. പക്ഷേ അതൊന്നും നാട്ടിലല്ല. കണ്ണൂരിൽ സിനിമേൻ്റെ ഒരു സംവിധാനങ്ങൾ വളരെ കുറവാണ്. അത് ശരിക്കും പറഞ്ഞാൽ കൊച്ചിയിലും ഇല്ല, അക്കാലത്ത് ചെന്നൈയിലാണ്. പക്ഷെ പിന്നെയും കൊച്ചിയിൽ കുറച്ചുണ്ട്. അപ്പോൾ എനിക്കാണെങ്കിൽ ഒരു ദിവസം പ്രോഗ്രാമിന് പോകാണ്ടിരിക്കാൻ പറ്റില്ല, കുടുംബം പോരണമെങ്കിൽ. അപ്പോൾ ഞാൻ ഒരവസരത്തിന് എന്നോട് കുറേ പേര് അന്ന് പറഞ്ഞിരുന്നു, ചെന്നൈയിൽ വാ, അവിടെ അവസരം കിട്ടും, അവിടെ കുറച്ച് കാലം നിന്നാൽ മതി. കുറേ ആൾക്കാർ പറഞ്ഞു. ഞാൻ പിന്നെ അതിനൊന്നും പോയിട്ടില്ല. കാരണം എനിക്ക് എൻ്റെ കുടുംബം വലിയ ആഗ്രഹങ്ങളൊന്നുമില്ല. ഒന്ന് ഉമ്മയ്ക്കൊരു നല്ലൊരു വീട് വെച്ച് കൊടുക്കണം, പിന്നെ ഒന്ന് കുടുംബം സേഫാക്കണം എന്നുള്ള ഓട്ടം മാത്രമാണ്. അതുകൊണ്ട് ഞാൻ ഒരു അവസരത്തിനും ഞാൻ പൈസ കിട്ടുന്ന പരിപാടിക്ക് പോയി പാടി, പൈസ കിട്ടുന്ന കുറേ റെക്കോർഡിങ്ങിന് പോയി പാടി എന്നല്ലാണ്ട് വേറെ ഒന്നിനും ഇന്ന് വരെ ഒരാളോട് ചോദിച്ചിട്ടില്ല എനിക്കൊരു അവസരം തരുമെന്ന് പറഞ്ഞിട്ട്. എനിക്കിപ്പോൾ ഇന്ന് കേരളത്തിലെ എല്ലാ മ്യൂസിക് ഡയറക്ടറുമായിട്ട് വളരെ ക്ലോസ് ആയിട്ട് ഫ്രണ്ട്ഷിപ്പ് ഉണ്ട്. ഇന്നും ഞാൻ ആരോട് ചോദിക്കാറില്ല, എനിക്ക് വേണ്ട. പിന്നെ നമ്മൾ ചോദിക്കുക എന്നുള്ളതിലൊരു അർത്ഥമില്ല. കാരണം നമുക്ക് പറ്റാത്തൊരു പാട്ട് നമ്മൾ ചോദിച്ചിട്ടെന്ത് കാര്യം? ഓരോ പാട്ടിനും ഓരോരാളുടെ ഇത് വേണം. ഇപ്പം വളരെ വ്യത്യസ്തമായിട്ടുള്ള ശൈലിയാണെങ്കിൽ ആ ശൈലിക്ക് പറ്റിയാലേ അതിന് പറ്റുള്ളൂ. എനിക്ക് പറ്റാത്ത ടൈപ്പ് പാട്ട് എനിക്ക് വേണമെന്ന് പറയുന്നതിൽ എന്താ അർത്ഥമുള്ളത്? സത്യം. അപ്പം നമുക്ക് പറ്റുന്നത് നമുക്ക് കിട്ടിയിരിക്കും. അതിപ്പം ഉദാഹരണം പറയുകയാണെങ്കിൽ ഇപ്പം ഗോഡ് ഫോർ സെയിൽ പാടാനുള്ള കാരണം എന്ന് വെച്ചാൽ അഫ്സൽ യൂസഫ്. അപ്പോൾ അഫ്സൽ യൂസഫ് ഒരു പാട്ടുകാരന് ഒരു പുതിയ ശബ്ദം നോക്കണം എന്ന് പറഞ്ഞിട്ട് നിൽക്കുമ്പം ഒരു ഇക്ബാൽ പാനായിക്കുളം ഒരു പ്രൊഡക്ഷൻ കൺട്രോളറാണ്. അദ്ദേഹം എൻ്റെ പാട്ട് കേൾപ്പിച്ചു കൊടുക്കുന്നു. എന്നിട്ട് ഇയാൾ ഗാനമേളക്കിലെ സ്ഥിരം പാടാൻ മാപ്പിളപ്പാട്ടിൽ ഫേമസ് ആണ്. പക്ഷേ ഇയാൾ ഗാനമേളക്കൊക്കെ മലയാളം പാടുന്ന ആളാന്ന് പറഞ്ഞിട്ട് പാട്ട് കേട്ടപ്പോൾ മൂപ്പർക്ക് തോന്നി പാടിക്കാമെന്ന്. അങ്ങനെ എന്നെ കോഴിക്കോട് വന്നിട്ടാണ് ഈ പാട്ട് പാടിക്കുന്നത്. അപ്പോൾ പാട്ട് കേട്ടപ്പാടെ എനിക്ക് മനസ്സിലായി നമ്മൾ ഈ ഗാനമേളക്ക് ഒരുപാട് ഇങ്ങനത്തെ പാട്ടുകൾ കേട്ടിട്ടും പാടിയിട്ടും പരിചയമുണ്ട്. ഒരു പഴമയുള്ള ശരണം വിളിച്ച് നല്ല ഇതായിട്ട് പാടുന്ന പാട്ട്. അപ്പോൾ അത് വെച്ച് പാടിയപ്പോൾ അദ്ദേഹത്തിന് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. അങ്ങനെയാണ് ആ പാട്ട് വന്നത്. അതായത് അവനവനുള്ളതാണെങ്കിൽ സീസറിനുള്ളത് സീസറിന് അതന്നെ അത്രേ ഉള്ളൂ. അതിന് നമ്മൾ ഒരുപാട്. പക്ഷെ ഇന്നത്തെ കാലത്ത് കുട്ടികൾക്ക് അങ്ങനെ നിന്നേ പറ്റുള്ളൂ. പക്ഷെ ഞാൻ ആലോചിക്കട്ടെ, മമ്മൂട്ടി വരെ, നമ്മളെ മെഗാസ്റ്റാർ മമ്മൂട്ടി വരെ അവസരങ്ങളെ ഞാൻ അങ്ങോട്ട് ചെന്ന് അല്ലല്ല അത്ര വലിയ കമ്പാരിസൺ. ഞാനിവിടെ ചെറിയ ഒരു ഭാഗത്ത് നിന്ന് ചെറിങ്ങനെ പാടുന്നു. മമ്മൂക്കാന്നെല്ലാം പറഞ്ഞാൽ അത് വേറെ ലെവലാണ്. ഞാൻ കമ്പയർ ചെയ്തല്ലേ, പുള്ളി വരെ ഇങ്ങനെ ചാൻസ് ചോദിച്ചുകൊണ്ടേയിരിക്കുന്നു പറയുന്ന സമയത്ത് എനിക്കുള്ളതാണ് വന്നോട്ടെ എന്ന് വിചാരിച്ച് ഒതുങ്ങി കൂടി നിൽക്കുന്ന ഈ ഒരു മനുഷ്യനെ കുറിച്ചിട്ട് നമ്മൾ ഇന്നത്തെ ദിവസം മുഴുവൻ സംസാരിച്ചാലും തീരില്ല. ഞാൻ പലപ്പോഴും കുറച്ച് നേരത്തെ ചോദ്യം ചോദിക്കാൻ വന്നിട്ടുള്ള ഇന്ദു പ്രസാദ് ആണെങ്കിലും മിഥുൻ ജയരാജ് ആണെങ്കിലും ഇവരൊക്കെ പറഞ്ഞ് കുറേ കേട്ടിട്ടുണ്ട് ഇദ്ദേഹം എങ്ങനെയാണ് ആളുകളെടുത്ത് ഇടപഴകുന്നത്. എടാ നീ കേട്ടിട്ടുണ്ടോ പാട്ടുകൾ? ഞാൻ പാട്ട് കേൾക്കാതെ ദരജപ്പൂ മോളൽ എത്ര വട്ടം പാടിത്തരണം എന്ന് ചോദിക്കും. അതുപോലെ തന്നെ വേറെ ഈ ആൽബങ്ങൾ ഇറങ്ങി തുടങ്ങിയ സമയത്ത് മുംതാസേ നീ എന്ന് പറഞ്ഞിട്ടൊരു പാട്ടില്ലേ, അതുപോലെ ഒരു VCD സീരീസിനകത്ത് കുറേ ഉണ്ട്. പിന്നെ ഈ ഓഡിയോ കാസറ്റ് ഓട്ടോറിക്ഷകളിൽ നിങ്ങളെ പാട്ട് ജനകീയമാക്കിയതിലുള്ളൊരു പങ്ക്, മലയാളത്തിൽ പാട്ടുകൾ ജനകീയമാക്കിയതിൽ ഓട്ടോറിക്ഷക്കാർക്കുള്ള പങ്ക് വിസ്മരിക്കാൻ പറ്റൂല. കിനാക്കളി എന്നുള്ള പേരിൽ എൻ്റെ നാട്ടിൽ സിദ്ദീഖ എന്ന് പറഞ്ഞിട്ട് നമ്മളൊരു ഒരു ഏട്ടനുണ്ട്. സിദ്ദീഖാൻ്റെ ഓട്ടോറിക്ഷ കിനാക്കളി കാസറ്റ്, അത് മൂപ്പരിങ്ങനെ എടുക്കുന്ന ഒരു സ്റ്റൈലാണ്. കാരണം ഈ ഓട്ടോറിക്ഷൻ്റെ മുന്നിൽ ഒരു തട്ടുണ്ടാവും, ആ തട്ടിൽ കുറേ കാസറ്റ് വെക്കും, പാട്ടൊക്കെ അല്ലേ ഇങ്ങനെ എടുക്കും. എന്നിട്ട് ഈ പുള്ളിയുടെ സീറ്റിൻ്റെ അടിയിലാണ് ഈ കാസറ്റ് വെക്കുക. ആ കാസറ്റ് ഇടുന്നതിനൊരു ഒച്ചയുണ്ട്, കിടക്കി എന്ന് പറഞ്ഞിട്ട് ഒറ്റടി. എന്നിട്ട് പുള്ളി ആ പാട്ട് പ്ലേ ചെയ്യും. ചെട്ടിപ്പടി മുതൽ പരപ്പനങ്ങാടി വരെ, പരപ്പനങ്ങാടി മുതൽ ചെട്ടിപ്പടി വരെ, ചെട്ടിപ്പടി നിന്ന് ആലുങ്ങൽ ബീച്ച് വരെ സിദ്ദീഖാൻ്റെ ഓട്ടോറിക്ഷ കിനാക്കളി. എവിടെ കിനാക്കളി വിളിക്കുന്ന പറയാം, എവിടെയെങ്കിലുമൊക്കെ പോകുന്ന സമയത്ത് കിനാക്കളി വിളിച്ചു എന്ന് പറയും. കാരണം ആ ഒരു പാട്ട്, ആ ഒരു പാട്ടുകാരൻ, അല്ലെങ്കിൽ ആ ആൽബത്തിൻ്റെ ഒരു പേര് പോലും ആളുകളുടെ ഹൃദയത്തിലുണ്ട്.
ഈ ആളുകളുടെ സ്നേഹത്തിനെ കുറിച്ചിട്ട് പല സ്ഥലങ്ങളിൽ പോകുന്ന ആൾക്കാരല്ലേ, ഏറ്റവും സ്നേഹമുള്ള ഏത് നാട്ടിലെ ആൾക്കാരാന്ന് ചോദിക്കുന്നത് മഹാ അപരാധ ചോദ്യമാണ്. പക്ഷേ ഏറ്റവും സ്നേഹമുള്ളൊരു മൊമെന്റിനെ കുറിച്ചിട്ട് ഷെരീഫ് കാക്ക പറയാം. ഒരുപാടുണ്ട്. ഞാനിപ്പോൾ എങ്ങനെ എടുത്തു ഒന്ന് പറയാന്നുള്ളത്, ഒറ്റൊന്ന് പറഞ്ഞാൽ മതി. ഒരുപാട് മൊമെന്റ്സ് ഉണ്ട് ജീവിതത്തിൽ. സ്നേഹത്താൽ മുങ്ങിക്കിടക്കണം, അപ്പം അതുകൊണ്ട് ഒന്നും മാത്രമായിട്ട് പറയാൻ പറ്റില്ല. ഒരുപാടുണ്ട്. എനിക്ക് എവിടെ പോയാലും പിന്നെ എനിക്ക് നല്ല സപ്പോർട്ടും സ്നേഹവും ഒക്കെ എല്ലാവരും തരാറുണ്ട്. അത് ചിലപ്പോൾ എന്താ പറയുക, പാട്ടുകാരൻ എന്ന നിലയിലായിരിക്കില്ല, എൻ്റെ ഒരു പെരുമാറ്റ രീതി കൊണ്ടായിരിക്കും. കാരണം ഞാൻ ഇങ്ങനെയാണ്. ചിലപ്പോൾ എന്നെ കാണാത്ത ഇതുവരെ നേരിട്ട് പരിചയമില്ലാത്തവർക്ക് തോന്നും ചില ഞാൻ ഭയങ്കര ഗൗരവക്കാരനാണ്. പക്ഷെ ഞാൻ ആക്ച്വലി എന്നോടൊരു കുറച്ച് നേരം പെരുമാറി എല്ലാവർക്കും മനസ്സിലാവും ഞാൻ എങ്ങനെയാണ്. ഞാൻ ഇങ്ങനെ തന്നെയാണ് പണ്ട് മുതലേ, ഒരു മാറ്റമില്ല, ഇപ്പോഴും അങ്ങനെ തന്നെ. ഞാൻ അതാ ചോദിക്കാൻ വിചാരിക്കുന്നത് അടുത്തൊരു ചോദ്യം, ഈ സൗന്ദര്യത്തിന്റെ രഹസ്യം എന്താ? സൗന്ദര്യം കാരണം പല ആളുകളും പാട്ടില് ഫീലിലൊക്കെ അങ്ങ് വിട്ടുപോകുന്നൊരു ചോദ്യമാണ്. നിങ്ങൾ ഈ സൗന്ദര്യത്തിന്റെ രഹസ്യം എന്താ? കുറെ കാലമായില്ല, ഞാൻ കാണുന്ന കാലം മുതലേ മനുഷ്യൻ ഇങ്ങനെ തന്നെയാണ്. പറ. സൗന്ദര്യം ഒന്നും പറയാൻ പറ്റൂല. എനിക്ക് ദുശീലങ്ങളില്ല എന്നുള്ളതാണ് എൻ്റെ ഒരു പ്ലസ് പോയിൻ്റായിട്ട് എനിക്ക് തോന്നുന്നത്. കാരണം ഈ ഒരുപാട് കഴിക്കുന്നത് കുറച്ച് ശ്രദ്ധയുണ്ട്. പിന്നെ ശരീരത്തിന് ആവശ്യമുള്ളത് കഴിക്കും. പിന്നെ സങ്കട പ്രശ്നങ്ങളൊന്നും ഇല്ല. അതൊക്കെ ഉണ്ടാകുമ്പോൾ മനുഷ്യൻ എന്തായാലും നല്ലതായിട്ട് നിൽക്കുമല്ലോ. ചെറുപ്പം നല്ല നിൽക്കും, സങ്കടങ്ങൾ അധികം വേണ്ട. റാസിക്ക് എന്താ ചോദിക്കാൻ വേണ്ടി നിൽക്കണ്ടായിരുന്നല്ലോ? രക്തം കൊണ്ട് എഴുതിയ വല്ല കത്തും കിട്ടിയിട്ടുണ്ടോ? വല്ല കത്തുകളോ പ്രേമലേഖനങ്ങളോ ഒക്കെ കിട്ടിയിട്ടുണ്ടോ? ആരാധ അത് കുറേ സംഭവങ്ങളുണ്ട്. അത് അന്ന് ഈ കല്യാണം കഴിക്കുന്നതിന് മുമ്പ് അന്ന് ലാൻഡ് ഫോൺ മാത്രമേ ഉള്ളൂ. എൻ്റെ വീട്ടിൽ ഒരു പെൺകുട്ടിയാന്ന് തോന്നുന്നു വിളിച്ചത്. ഞാനെല്ലാം എടുക്കല്, ഉമ്മയെ എടുക്കുക. ഉമ്മയുടെ പിന്നെ നിങ്ങളെ മോനെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്, എനിക്ക് തന്നെ കല്യാണം കഴിക്കണമെന്ന് ആഗ്രഹം, നേരിട്ട് വിളിച്ചിട്ട് പറയാവൂ. അപ്പോൾ ഉമ്മക്ക് ഒരു കൗതുകം തോന്നി. ഉമ്മ പറഞ്ഞേ അത് സൂക്ഷിക്കണം മോളെ, അമ്മായിയമ്മ പോരു തുടങ്ങി എന്ത് ചെയ്യും, അമ്മായിയമ്മനെ ഞാൻ നല്ലതാക്കി എടുക്കും, അങ്ങനെയൊക്കെ ഉമ്മ എന്നോട് പറഞ്ഞു തരാ. ഇങ്ങനെയൊക്കെ പറഞ്ഞു. ഞാൻ പറഞ്ഞു എൻ്റെ അമ്മു. അപ്പോൾ അങ്ങനെ കുറെ കോളുണ്ട്. ഈ കല്യാണം കുറേ വട്ടം വിളിച്ചു. അതൊക്കെ ഓരോ ഇഷ്ടം കൊണ്ട് വിളിക്കുന്നല്ലേ, അങ്ങനെ വിളിച്ചു. അതുപോലെ പിന്നെ ഒരു സംഭവം ഉണ്ടായെന്ന് വെച്ചാൽ കല്യാണത്തിന്റെ രാത്രി എനിക്ക് കോള് വന്നു. കല്യാണം നാളെയാന്ന് അറിഞ്ഞിട്ടുള്ള വിഷമ കല്യാണം. ഞാൻ വെച്ചിട്ട് ആരോ മറ്റേ പറയുന്നത് കേട്ടിട്ടുണ്ട് ഇതുപോലത്തെ സംഭവങ്ങൾ. അതുപോലെ എനിക്കും പക്ഷെ അങ്ങനെ ഒരു കോൾ ഉണ്ടായിരുന്നു. ഒരുപാട് ആളുകളെ എനിക്ക് ഭയങ്കര വിഷമമുണ്ട്, ഞാൻ ഒരുപാട് സ്വപ്നം കണ്ടാന്നല്ല എന്നോട് പറഞ്ഞു. എനിക്ക് സത്യം പറഞ്ഞാൽ ഒന്നും മനസ്സിലായില്ല എന്താ സംഭവം. കാരണം ഒന്നാമത് അങ്ങനത്തെ ഒരു മൈൻഡുള്ള ഒരാളല്ല ഞാൻ. നന്നായി പൈങ്കിളിയായിട്ട് നടക്കുന്ന മൈൻഡുള്ള ഒരാളാണ്. മൈൻഡൊക്കെ ഉള്ള നമ്മളിവിടെ വെറുതെ ഇരിക്കുന്നത് അല്ലേ? മൈൻഡ് ഇല്ലാത്ത മനുഷ്യന്മാരുടെ പിന്നാലെ ഇതുപോലെ ഒരുപാട് കോളുകൾ വരുന്നത് നോക്ക് ആളുകളുടെ. പിന്നെ ഈ ഫോണ് വന്ന സമയത്ത് കുറെ ആൾക്കാർ വിളിക്കുമല്ലോ. ഫോൺ വന്ന പാട് ഒരു കോളിന് 10 രൂപയാ ഇൻകമിങ്. ആരെങ്കിലും വിളിച്ചാൽ ഇത് എപ്പം നിർത്തണോന്ന് ആലോചിച്ചിട്ട് വെക്ക് 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 ഇതല്ലേ ബേജാറല്ലേ, ഒറ്റ സെക്കൻഡോട് പൈസ പോവല്ലോ. പെണ്ണുങ്ങളെല്ലാം വിളിച്ചിട്ട് ഷെരീഫല്ലേ എനിക്ക് നിങ്ങളെ പാട്ട് ഇഷ്ടം, അപ്പൊ തന്നെ വെക്കട്ടെ ഞാൻ തിരക്കില്ലാന്ന് വേഗം വെച്ചേക്ക്, പൈസ പോവൂലേ ഒന്ന് ആലോചിക്കണം. ഇൻകമിങ്ങിന് 10 രൂപ, ഇൻകമിങ്ങിന് ഒരാൾ ഇങ്ങോട്ട് വിളിച്ചാലും 10 രൂപ കേട്ടിട്ടുണ്ട്. അപ്പൊ അന്നതേ സംസാരിക്കാറില്ല, വെറും കോമഡിയാ ഇങ്ങനത്തെ കാര്യങ്ങള്. അടിപൊളി. നമുക്ക് കത്തുകളപ്പോ കുറെ വന്നിട്ടുണ്ടാവല്ലോ, ഭാര്യ പഴയ കത്തുകൾ എന്തെങ്കിലും പൊക്കിയോ? അങ്ങനത്തെ ഇഷ്യൂസ് ഒന്നുമില്ല. ഇല്ല. ഇടയ്ക്കെപ്പോഴെങ്കിലും ആരെങ്കിലും ഒക്കെ വിളിച്ച് അല്ലെ റിയാലിറ്റി ഷോന്റെ വേദിയിൽ തന്നെ അവരെ പറ്റിക്കൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു അല്ലേ? അത് പിന്നെ ഞാൻ ഒട്ടും പ്രതീക്ഷിച്ചില്ല. കാരണം അവള് അങ്ങനെ കൊച്ചിയിലൊന്നും അധികം വന്നിട്ടില്ല. സർഗോ വിളിച്ചിട്ട് നമ്മുടെ ഫ്രണ്ട് ഉണ്ട് ജബ്ബാർ, അവന്റെ കൂടെ കുട്ടിയും കൊണ്ടുവന്നു. അപ്പൊ ഞാൻ രാവിലെ വിളിച്ച് ഞാൻ ഷൂട്ടിലേക്ക് പോകാൻ പോവാണ് അപ്പൊ കൊച്ചിയിലെത്തിയെന്ന് ഞാൻ അറിഞ്ഞില്ല. പെട്ടെന്ന് ഫ്ലോർ വന്നപ്പോൾ ഞാൻ ഞെട്ടിപ്പോയി. അതെല്ലാരും ആഘോഷിച്ച്. പിന്നെ എന്നെ കൊല്ലുക എന്നുള്ളത് ഒരു ടാസ്കാന്ന് എല്ലാവർക്കും എന്നെ ട്രോളുക എന്നുള്ളൊരു. ഒന്നാമത് ഞാൻ എന്ത് പറഞ്ഞാലും എനിക്ക് ഫീൽ ആവില്ല എന്നറിയാം. ഞാനൊക്കെ ഒരു നെവർ മൈൻഡിലേ എടുക്കുള്ളൂ. അതുകൊണ്ട് എന്നെ നല്ലോണം ട്രോളും. ഇപ്പൊ വിധു ഭയങ്കര ട്രോളല്ലാന്നല്ലോ. എന്നിട്ട് ഭയ്യ എന്നോട് മറ്റൊരു നിങ്ങക്ക് വിഷമൊന്നുമില്ലല്ലോ. ഞാൻ പോടാ ഒക്കെ ഒരു രസമല്ലേ, ഞാൻ അത്രേ കാണുന്നുള്ളൂ. അതൊക്കെ അത് അങ്ങനെ കാണുന്നില്ലെങ്കിൽ നമ്മള് അത് ഞാൻ മാറിയതാണ്. കാരണം ഇതിലൊന്നും ഒന്നുമില്ല എന്നുള്ളൊരു ചിന്ത വന്നതുകൊണ്ടാണ്. നിർമ്മലമായ ശരി, ആത്മാവുള്ള പാട്ടുകൾ കണ്ണൂർ ഷെരീഫ്. നേരത്തെ പറഞ്ഞ പോലെ ഏതെങ്കിലും ഒരു ഗായകന് വേണ്ടി കേരള ജനത ഒന്നടങ്കം ഒരു പാട്ടുകൾ കൊടുക്കുമെന്ന് ആവശ്യപ്പെട്ടിട്ടുണ്ടെങ്കിൽ ആ ക്രെഡിറ്റിന് അർഹനായിട്ടുള്ള മനുഷ്യൻ.
ഹാപ്പി ടു ഹാവ് യു സർ. താങ്ക് യു. ഒരുപാട് സന്തോഷം. മോംസ് ആൻഡ് വൈഫ്സിൻ്റെ എന്നെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ എനിക്ക് തോന്നിയൊരു കാര്യമാണ്, ഒരു വലിയൊരു കാര്യമാണ്. കാരണം ഞാൻ ഏറ്റവും കൂടുതൽ അത്ഭുതത്തോടെ നോക്കുന്നത് ഏറ്റവും കൂടുതൽ ജനസംഖ്യയുള്ള ചൈനയിൽ പിന്നെ എല്ലാവരും ജോലി ചെയ്യുന്നു, ആർക്കും സമയമില്ല. പുരുഷനാണെങ്കിലും സ്ത്രീ ആണെങ്കിലും വീട്ടിൽ കുടിൽ വ്യവസായമാണ് ബിസിനസ്. നമ്മുടെ നാട്ടിൽ എന്തുകൊണ്ടാവുന്നില്ല? അതൊരു വലിയ ചോദ്യചിഹ്നല്ലേ. അതായത് ഓരോ വീടും ഒരു ബിസിനസ് ഹബ്ബാണ്. അതുപോലെ നമ്മുടെ നാട്ടിൽ എന്തുകൊണ്ട് ആയിക്കൂടാ? അപ്പോൾ അതിൻ്റെ ഒരു ചെറിയൊരു ഉദാഹരണമാണ് മോംസ് ആൻഡ് വൈഫ്സിൽ വരുന്നതെന്ന് എനിക്ക് തോന്നുന്നു. തീർച്ചയായിട്ടും. കാരണം അതൊരു നല്ലൊരു ഓപ്പർച്യൂണിറ്റിയാണ്. എൻ്റെ പരിസരത്തുള്ള ആൾക്കാരെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഓരോ വീട്ടിലുള്ള സ്ത്രീകൾക്കും ഓപ്പർച്യൂണിറ്റി കിട്ടുകയാണ്. തീർച്ചയായിട്ടും. ഇത് നിങ്ങളൊരു നല്ലൊരു തീമാണ്. ഇത് ഒരു പുതിയ യുഗം ഉണ്ടാവട്ടെ. തീർച്ചയായിട്ടും. കാര്യം ലോകമെങ്ങുമുള്ള സ്ത്രീകളുടെ ഒരു വലിയ കൂട്ടായ്മയാണ്, ഒരു ഗ്ലോബൽ സിസ്റ്റർഹുഡാണ്. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഒരു സോഷ്യൽ കമ്മിറ്റ്മെൻ്റ് ആണ് ഈ ഒരു ബിസിനസ്സിൻ്റെ ഏറ്റവും ബേസ്. ഇത് ഒരു സോഷ്യൽ കമ്മിറ്റ്മെൻറ്റിന് വേണ്ടിയിട്ട് മത്താജർ ഗ്രൂപ്പ് തുടങ്ങിയിട്ടുള്ള ഒരു പുതിയ പ്ലാറ്റ്ഫോമാണ്. മാത്രമല്ല, ഒരു വീട്ടിലൊരു സ്ത്രീ സെൽഫ് സഫിഷ്യൻ്റ് ആയാൽ, ഫിനാൻഷ്യൽ ഫ്രീഡം ഉള്ള ഒരാളായാൽ, ഫിനാൻഷ്യലി സെറ്റായ ഒരാളായി കഴിഞ്ഞാൽ കുടുംബം മാറില്ല ഷെരീഫ്. പിന്നെ തീർച്ചയായും അതിലിപ്പോൾ ഏറ്റവും വലിയ ഉദാഹരണം വരാൻ പോകുന്നതെന്ന് വെച്ചാൽ, പലപ്പോഴും ഈ വിവാഹ ബന്ധം വേർപിരുന്നതിൻ്റെ കാര്യം ഒന്നുകിൽ ഭർത്താവിന് നല്ല ജോലി ഉണ്ടാവും, ഭാര്യയ്ക്ക് പണിയൊന്നും ഉണ്ടാവില്ല. അവിടെ പ്രശ്നങ്ങൾ വരും, വരസൽ വരും. ഭർത്താവിന് എപ്പോഴും പിന്നെ ഞാൻ പണിയെടുക്കുന്നു, നീ എനിക്കെന്താ പണി, അങ്ങനെയുള്ളൊരു മൈൻഡും ഉണ്ടാവും. അങ്ങനെ ഡിവോഴ്സ് പെട്ടെന്ന് നടക്കുന്നു. ഇത് ഭാര്യയും കൂടി തിരക്കിട്ട ജോലികളുണ്ടെങ്കിൽ, നല്ല തിരക്കുണ്ടാകുന്ന സമയത്ത് ആ കുടുംബ ബന്ധത്തിന് കുറച്ചും കൂടെ ശക്തി പകരുകയാണ്. സത്യം. ബാക്കിയുള്ള പ്രശ്നങ്ങൾക്ക് നമുക്ക് സമയം അല്ല, അതിന് സമയമില്ല. രണ്ടാക്കും ഒരുപാട് ബിസിനസിന്റെ തിരക്കുണ്ട്. അപ്പോൾ ലൈഫിൽ ഭയങ്കര എൻജോയ്മെന്റും ആവും. ഈ പ്രശ്നങ്ങൾ ഡിവോഴ്സ് വരെ കുറയും. അടിപൊളി. ഒന്ന് ആലോചിച്ച്, ഞങ്ങൾ ഇന്നുവരെ ചിന്തിച്ചിട്ടില്ലാത്തൊരു മറ്റൊരു മേഖലയിലേക്ക് ഷെരീഫ് ഇതിനെ കൊണ്ട് തിരിച്ചു വെച്ചത്. അല്ല, എനിക്ക് ചിന്തിച്ചപ്പോൾ തോന്നിയ കാര്യമാണ്. കാരണം പലപ്പോഴും ഈ ബന്ധം പലപ്പോഴും അകന്നു പോകുന്നത് അനാവശ്യ ടോക്കുകൾ കൊണ്ടാണ്. അനാവശ്യ ടോക്കിന് സമയമില്ലെങ്കിൽ ആ പ്രശ്നം ഉണ്ടാവില്ലല്ലോ. അടിപൊളി. പിന്നെ ഭാര്യയും ഭർത്താവും എന്ന് പറയുമ്പോൾ രണ്ടാളും ബിസി ആയിരിക്കണം എന്നാണ് എൻ്റെ ആഗ്രഹം, എൻ്റെ ഒരു കൺസെപ്റ്റ്. കാരണം ഭാര്യയ്ക്ക് തുല്യ പങ്കാളിത്തം കിട്ടുകയാണെങ്കിൽ അടിപൊളിയല്ലേ. പിന്നല്ലാതെ രണ്ടാൾക്കും റെസ്പെക്റ്റ് പരസ്പരം കൊടുക്കാൻ പറ്റുമ്പോഴാണ് ആ കുടുംബജീവിതം നന്നാവുക. തീർച്ചയായിട്ടും. അപ്പോൾ അതിന് നല്ലൊരു ഓപ്പർച്യൂണിറ്റിയാണ് ഇത്. സോ ഡൗൺലോഡ് മോംസ് ആൻഡ് വൈഫ്സ്. ഷെരീഫ് കുറച്ച് നേരത്തെ പറഞ്ഞതുപോലെ ലൈഫ് കുറച്ചും കൂടെ സ്മൂത്തായിട്ടൊക്കെ പോകണമെന്നുണ്ടെങ്കിൽ നമ്മളൊക്കെ അങ്ങ് തിരക്കാവുന്നൊരു നല്ല കാലം ഉണ്ടാവട്ടെ എന്നുള്ളൊരു ആശംസയോട് കൂടിയിട്ട് കണ്ണൂർ ഷെരീഫിനൊപ്പം ജെയ്സൺ. താങ്ക് യു സോ മച്ച്. താങ്ക് യു.